10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം വന്ന് പ്ലസ് വണ്ണിലേക്ക് കടക്കാൻ പോകുന്നതിൻ്റെ വലിയ ആവേശത്തിലായിരുന്നു അപ്പുവും രാഹുലും സുമിത്തും. മൂവരും സ്കൂൾ കാലഘട്ടം മുതൽക്കേ അടുത്ത കൂട്ടുകാരാണ്. എന്തിനും ഏതിനും ഒരുമിച്ച് നിൽക്കുന്ന സാഹസികതയോട് വലിയ ഭ്രമമുള്ള മൂവർ സംഘം. വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ കാട് കയറാനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും അവർക്ക് പ്രത്യേക താല്പര്യമായിരുന്നു. അവധിക്കാലം അടിച്ചു പൊളിക്കാനാണ് ഇത്തവണ അപ്പുവും രാഹുലും സുമിത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. മലയോര ഗ്രാമമായതുകൊണ്ട് തന്നെ സുമിത്തിൻ്റെ വീടിനു ചുറ്റും വലിയ റബ്ബർ തോട്ടങ്ങളും അതിനുമപ്പുറം വിശാലമായ കാടുമായിരുന്നു. പച്ചപ്പും തണുപ്പും നിറഞ്ഞ ആ അന്തരീക്ഷവും അപ്പുവിനും രാഹുലിനും വല്ലാതെ ബോധിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഉമ്മറത്തെ വലിയ തിണ്ണയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് സുമിത്ത് ആ ഒരു പുതിയ കാര്യം കൂട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എടാ, ഇവിടെ അടുത്തൊരു വലിയ കാടുണ്ട്. അതിനുള്ളിലൂടെ കുറച്ചു ദൂരം നടന്നാൽ വലിയൊരു കയം കാണാം. ഭയങ്കര ഭംഗിയാടാ അവിടെ. സുമിത്തിൻ്റെ കണ്ണുകളിൽ ആവേശമുണ്ടായിരുന്നു. കയമോ? അവിടെ നീന്താൻ പറ്റുമോ? രാഹുൽ ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നല്ലാതെ, വലിയൊരു വെള്ളച്ചാട്ടം ആ കയത്തിലേക്കാണ് വന്ന് പതിക്കുന്നത്. ചുറ്റും വലിയ വരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ആയിട്ട് വേറൊരു ലോകം പോലെയത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിന്നാ ഉണ്ടല്ലോ, വേറെ ലെവൽ ഫീലായിരിക്കും, സുമിത്ത് വിവരിച്ചു. സാഹസികത എന്ന് കേട്ടാൽ രക്തം തിളയ്ക്കുന്ന അപ്പുവിനും രാഹുലിനും അത് കേട്ടപ്പോൾ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി നോക്കിയാലോ? വെറുതെ ഈ ഉമ്മറത്തിരുന്ന് ബോറടിക്കുകയല്ലേ? അപ്പു ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അതെ, ഇന്ന് തന്നെ പോകാം, രാഹുലും സമ്മതിച്ചു. ഇതൊക്കെ കേട്ടുകൊണ്ട് ചായയുമായി ഉമ്മറത്തേക്ക് വരികയായിരുന്നു സുമിത്തിൻ്റെ അമ്മ. കൂട്ടുകാരുടെ സംസാരം കേട്ടതും അമ്മയുടെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി. കയ്യിലിരിക്കുന്ന ചായ ഗ്ലാസ് ടീപ്പോയിൽ വെച്ചുകൊണ്ട് അമ്മ അവരെ രൂക്ഷമായി നോക്കി. മക്കളെ, ആ കാട്ടിലേക്കും കയത്തിലേക്കും പോകാനാണോ നിങ്ങളുടെ പ്ലാൻ? അമ്മ കണിശമായ സ്വരത്തിൽ ചോദിച്ചു. മൂവരും പെട്ടെന്ന് നിശബ്ദരായി. സുമിത്ത് പരുങ്ങലോട് പറഞ്ഞു. അല്ലമ്മേ, ഒന്നും വെറുതെ അല്ലെന്ന് എനിക്കറിയാം. അമ്മയുടെ ശബ്ദം കുറച്ചുകൂടി കടുപ്പത്തിലായി. അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, അതത്ര നല്ല സ്ഥലമല്ല. അവിടെ പോകുന്നവർക്ക് എന്തൊക്കെയോ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ആ കയം വലിയൊരു ചതിക്കുഴിയാണ്. കുറച്ചു നാൾ മുമ്പ് അവിടെ പോയ 2 പേരെ കാണാതായിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ ആരും അങ്ങോട്ട് പോകാറില്ല. നിങ്ങൾ അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കരുത്, കേട്ടല്ലോ? അമ്മയുടെ കർശനമായ വിലക്ക് കേട്ട് മൂവരും പരസ്പരം നോക്കി. കൂടുതൽ തർക്കിക്കാൻ നിന്നാൽ വഴക്ക് കേൾക്കുമെന്നറിയാവുന്നത് കൊണ്ട് സുമിത്ത് പെട്ടെന്ന് പറഞ്ഞു. ഇല്ലമ്മേ, ഞങ്ങൾ പോകുന്നില്ല, വെറുതെ ഒന്ന് സംസാരിച്ചതാ. അമ്മ അവരെ സൂക്ഷിച്ചു നോക്കിയ ശേഷം സംതൃപ്തിയോടെ അകത്തേക്ക് പോയി. എന്നാൽ ആ വിലക്ക് അവരുടെ ഉള്ളിലെ സാഹസികത കെടുത്തിയില്ല, മറിച്ച് കൂടുതലായി ഉണർത്തുകയാണ് ചെയ്തത്. വിലക്കപ്പെട്ടതൊന്നും ചെയ്യാനുള്ള ഒരു കൗതുകം ആ പ്രായത്തിൻ്റെ പ്രത്യേകതയാണല്ലോ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് അമ്മ ഉറങ്ങാൻ പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ മൂവരും സുമിത്തിൻ്റെ മുറിയിൽ വട്ടം കൂടി. മുറിയിലെ ചെറിയ വെളിച്ചത്തിൽ അവരുടെ മുഖത്ത് വലിയൊരു ഗൂഢാലോചനയുടെ തിളക്കമുണ്ടായിരുന്നു. അമ്മ പറഞ്ഞതൊക്കെ വെറുതെയാടാ, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ ഓരോ കഥകളുണ്ടാക്കി പറയുന്നതാ, അപ്പു ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെ, നാളെ ഉച്ചയ്ക്ക് അമ്മ ഉറങ്ങുന്ന സമയം നോക്കി നമുക്ക് മെല്ലെ സ്കൂട്ടാകാം. കാട്ടിലൂടെ പോയി ആ കയത്തിലൊന്ന് കുളിച്ചിട്ട് അമ്മ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തിരിച്ചു വരികയും ചെയ്യാം, ആരും അറിയില്ല. രാഹുലും തൻ്റെ പ്ലാൻ വ്യക്തമാക്കി. സുമിത്തും അത് തലകുലുക്കി സമ്മതിച്ചു. നിഗൂഢതകൾ ഒളിപ്പിച്ച ആ കാട്ടിലെ കയത്തിലേക്ക് പോകാനുള്ള അവരുടെ തീരുമാനം ആ രാത്രിയിൽ അവിടെ ഉറക്കുകയായിരുന്നു. പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ സമയം സൂര്യൻ്റെ ചൂട് പതുക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ മൂവരും മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ വീടിൻ്റെ ഉമ്മറത്തേക്ക് ഇറങ്ങി. അവരുടെ കണ്ണുകളിൽ ആ കാട്ടിലെ കയവും വെള്ളച്ചാട്ടവും മാത്രമായിരുന്നു. അമ്മേ, ഞങ്ങൾ ആ മൈതാനം വരെ ഒന്ന് പോയിട്ട് വരാം, കൂട്ടുകാരൊക്കെ അവിടെ കാണും, സുമിത്ത് അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അടുക്കളയിൽ ജോലിയിലായിരുന്ന അമ്മ തിടുക്കത്തിൽ പുറത്തേക്ക് വന്നു. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു. താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന മക്കൾ അറിഞ്ഞുകൊണ്ട് ഒരപകടത്തിലേക്ക് പോവുകയാണെന്ന് തോന്നൽ ആ അമ്മ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. മക്കളെ, കളിച്ചിട്ട് നേരം വൈകാതെ ഇങ്ങോട്ടേക്ക് തന്നെ പോന്നേക്കണം. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആ കയത്തിൻ്റെ ഭാഗത്തേക്കൊന്നും പോയേക്കല്ലേ. വിധി അവർക്കായി നൽകിയ അവസാന മുന്നറിയിപ്പായിരുന്നു അത്. എന്നാൽ ആവേശത്തിൻ്റെ കൊടുമുടിയിലായിരുന്ന ആ കൗമാരക്കാർക്ക് അതൊന്നും ചെവിക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇല്ലമ്മേ, ഞങ്ങൾ ഗ്രൗണ്ടിലേക്കാ എന്ന് കള്ളം പറഞ്ഞ് മൂവരും ആ പറമ്പിലൂടെ കാടിൻ്റെ ദിശ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. സമയം സന്ധ്യ കഴിഞ്ഞു. ഇരുട്ട് വീണിട്ടും കുട്ടികൾ തിരിച്ചെത്തിയില്ല. അമ്മയുടെ ഉള്ളിൽ ആദി പടർന്നു. മൈതാനത്ത് പോയ കുട്ടികൾ അവിടെ ഇല്ലെന്ന വിവരം നാട്ടുകാർ വഴിയാണ് അമ്മ അറിഞ്ഞത്.
രാത്രിയായതോടെ സുമിത്തിൻ്റെ വീട്ടുമുറ്റത്ത് ആളുകൾ നിറഞ്ഞു. തങ്ങളുടെ മക്കളെ കാണാനില്ല എന്ന് വിവരമറിഞ്ഞ് അപ്പുവിൻ്റെയും രാഹുലിൻ്റെയും മാതാപിതാക്കൾ അവിടേക്ക് ഓടിയെത്തി. കരഞ്ഞു തളർന്ന സുമിത്തിൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും അയൽക്കാരും പാടുപെട്ടു. എൻ്റെ കുട്ടികൾ അവർ ആ കാട്ടിലേക്ക് തന്നെ പോയി കാണും, ഞാൻ വിലക്കിയത് അവരെ, അമ്മ നെഞ്ചത്തടിച്ച് പറഞ്ഞു. അപ്പുവിൻ്റെയും രാഹുലിൻ്റെയും അമ്മമാർ ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലായിരുന്നു. ഒട്ടും സമയം കളയാതെ നാട്ടുകാർ ടോർച്ചും കൂട്ടവുമായി കാട്ടിലേക്കും കയത്തിലേക്കുമുള്ള വഴിയിലേക്കും തിരിഞ്ഞു. ഒരു ഗ്രാമം മുഴുവൻ അവർക്കായി കാട്ടിൽ അരിച്ചു പെറുക്കി. റബ്ബർ തോട്ടങ്ങളും കാട്ടുപാതകളും വലിയ കയത്തിൻ്റെ പരിസരവും അവർ പലതവണ തിരഞ്ഞു. സുമിത്തേ, അപ്പു, രാഹുലേ, അവരുടെ നീട്ടിയുള്ള വിളികൾ കൊടുങ്കാട്ടിൽ മുഴങ്ങിക്കേട്ടു. എന്നാൽ ആ 3 കുട്ടികളുടെ യാതൊരു ലക്ഷണവും അവിടെ കണ്ടെത്താനായില്ല. അവരുടെ ഒരു ചെരുപ്പ് പോലുമോ കാൽപ്പാടുകളോ എങ്ങുമില്ലായിരുന്നു. പുലർച്ചയോടെ പ്രതീക്ഷ നശിച്ച് നാട്ടുകാർ ഓരോരുത്തരായി വീട്ടുമുറ്റത്തേക്ക് തിരിച്ചെത്തി. 3 ആൺകുട്ടികൾ എങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷരായി എന്നത് ആർക്കും മനസ്സിലായില്ല. പലരും പല അഭ്യൂഹങ്ങളും പരത്താൻ തുടങ്ങി. കാട്ടിൽ പുലിയിറങ്ങിയതാകും, ചിലർ ഭയത്തോടെ പറഞ്ഞു. എന്നാൽ കയത്തിന് മുകളിലെ പാറയിൽ നിന്നും കാൽ വഴുതി കയത്തിലേക്ക് വീണതാകും, അതാണ് യാതൊരു തുമ്പും കിട്ടാത്തത്, മറ്റു ചിലർ വാദിച്ചു. എന്നാൽ മുറ്റത്തെ ഒരു കോണിൽ മാറിയിരുന്ന പ്രായം ചെന്ന ചില കാരണവന്മാർ ഭയത്തോടെ പരസ്പരം നോക്കി. അവരുടെ മുഖത്ത് വലിയൊരു നടുക്കം ഉണ്ടായിരുന്നു. അതിലൊരാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ആ പേര് ഉച്ചരിച്ചു, ജലപിശാച്. ആ കാരണവർ കൂടെ നിന്നവരെ നോക്കി പതുക്കെ പറഞ്ഞു, അത് കൊക്കയിൽ വീണതല്ല, പുലി പിടിച്ചതുമല്ല, ആ കയത്തിൻ്റെ ഇരുണ്ട വെള്ളത്തിനടിയിൽ പതിയിരിക്കുന്ന ജലപിശാച് അവരെ കൊണ്ടുപോയതാണ്. ചോരത്തിളപ്പുള്ള ആൺകുട്ടികളെ കണ്ടാൽ അത് വെറുതെ വിടില്ല, അതാണ് ആ കയത്തിലേക്ക് ആരും പോകരുതെന്ന് ഞങ്ങൾ പറയുന്നത്. ആ കാരണവരുടെ വാക്കുകൾ കേട്ട് കൂടി നിന്നവരുടെ രക്തം തണുത്തുറഞ്ഞു. കരഞ്ഞുകൊണ്ടിരുന്ന അമ്മമാർ ആ വാക്ക് കേട്ട് സ്തംഭിച്ചു പോയി. തങ്ങളുടെ കുട്ടികൾ അകപ്പെട്ടിരിക്കുന്നത് വെറുമൊരു അപകടത്തിലല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി കാടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഏതോ വലിയ ദുഷ്ടശക്തിയുടെ കരങ്ങളിലാണെന്ന ഭയാനകമായ സത്യം ആ ഗ്രാമത്തെ മുഴുവൻ വലിയൊരു ഭീതിയിലാഴ്ത്തി. രാവും പകലും നീണ്ട വലിയൊരു തിരച്ചിലിനായിരുന്നു ആ മലയോര ഗ്രാമം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ലോക്കൽ പോലീസിൻ്റെ വലിയൊരു സംഘം അവിടെ തന്നെ ക്യാമ്പ് ചെയ്തു. കാടും കയത്തിൻ്റെ പരിസരവും ഡോഗ് സ്ക്വാഡിനെയും ഡ്രോണുകളെയും ഉപയോഗിച്ച് അവർ അരിച്ചു പെറുക്കി. ഫയർഫോഴ്സിലെ ഏറ്റവും മികച്ച സ്കൂബ ഡ്രൈവർമാർ ദിവസങ്ങളോളം ആ കയത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിത്തപ്പി. എന്നാൽ അപ്പുവിൻ്റെയും രാഹുലിൻ്റെയും സുമിത്തിൻ്റെയും ചെറിയൊരു അടയാളം പോലും അവർക്ക് കണ്ടെത്താനായില്ല. ആ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ വായുവിൽ അലിഞ്ഞില്ലാതായതുപോലെ. ഒടുവിൽ പ്രതീക്ഷയറ്റ് പോലീസും ഫയർഫോഴ്സും തങ്ങളുടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. അതോടെ ഈ സംഭവം സംസ്ഥാനത്തെ പ്രധാന പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായി നിറഞ്ഞു. അന്ന് രാവിലെ ഓഫീസിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു സുപ്രു. ചായയുമായി വന്ന ദാസപ്പനും തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് പത്രത്തിലെ ഒരു വാർത്ത കണ്ട സുപ്രുവിൻ്റെ കണ്ണുകൾ വികസിച്ചു. അവൻ വലിയ ആവേശത്തോടെ ചാടി എഴുന്നേറ്റു. ജോജിയേട്ടാ, വേഗം ഇങ്ങോട്ടൊന്ന് വന്നേ, സുപ്രു ഉറക്കെ വിളിച്ചു. 2ാമത്തെ നിലയിൽ നിന്നും ജോജി വേഗത്തിൽ പടികളിറങ്ങി വന്നു. എന്താണ് സുപ്രു, എന്തു പറ്റി? ജോജിയേട്ടാ, ഈ വാർത്തയൊന്ന് വായിച്ചു നോക്കിയേ, ഭയങ്കര ദുരൂഹതയുള്ള ഒരു മിസ്സിംഗ് കേസാണിത്. സുപ്രു പത്രം ജോജിയുടെ കൈകളിലേക്ക് കൊടുത്തു. ദാസപ്പനും അവർ കരികിലേക്ക് വന്നു നിന്നു. കാട്ടിലെ കയത്തിലേക്ക് പോയ 3 വിദ്യാർത്ഥികളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും തിരച്ചിൽ വിഫലം എന്ന വലിയ തലക്കെട്ടോടെ ആ വാർത്ത ജോജി വിശദമായി വായിക്കാൻ തുടങ്ങി. വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ ജോജിയുടെ മുഖത്ത് വലിയൊരു ഗൗരവം വന്നു നിറഞ്ഞിരുന്നു. അവൻ പത്രം ടീപ്പോയിലേക്ക് വെച്ചു. ഇതൊരു സാധാരണ മിസ്സിംഗ് കേസ് അല്ല ദാസപ്പ, ജോജി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചിന്താമഗ്നനായി പറഞ്ഞു. എന്താ ജോജിയേട്ടാ അങ്ങനെ പറഞ്ഞത്? കുട്ടികൾ ചിലപ്പോൾ ആ കയത്തിൽ വീണ് മുങ്ങി മരിച്ചതാകില്ലേ? ദാസപ്പൻ ചോദിച്ചു. ഒരിക്കലുമില്ല, ജോജി ഉറപ്പിച്ചു പറഞ്ഞു. ഫയർഫോഴ്സ് ദിവസങ്ങളോളം ആ കയത്തിൽ മുങ്ങിത്തപ്പിയിട്ടും അവരുടെ ഒരു അടയാളം പോലും കിട്ടിയില്ല എന്ന് പത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. വെള്ളത്തിൽ വീണ് മരിച്ചതാണെങ്കിൽ ഒന്നുകിൽ ഡൈവേഴ്സ് അവരുടെ ശരീരം കണ്ടെടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ ആ ശരീരങ്ങൾ തനിയെ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരേണ്ടതായിരുന്നു. ഇതിപ്പോൾ അത് രണ്ടും സംഭവിച്ചിട്ടില്ല. അതിനർത്ഥം അവർ ആ കയത്തിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. സുപ്രു സംശയത്തോടെ ചോദിച്ചു. അപ്പോൾ പിന്നെ അവർ വല്ല കാട്ടുമൃഗങ്ങളുടെയും മുന്നിൽ ചെന്ന് പെട്ടതായിരിക്കുമോ? അതിൻ്റെ സാധ്യതയും വളരെ കുറവാണ് സുപ്രു. ജോജി തലയാട്ടി. പുലിയോ മറ്റോ ആക്രമിച്ചതാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും അവരുടെ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളോ ചോരപ്പാടുകളോ കാൽപ്പാടുകളോ ബാക്കിയുണ്ടാകും. ഡോഗ് സ്ക്വാഡിന് അത് എളുപ്പത്തിൽ കണ്ടെത്താനും കഴിയും. അവിടെ അതുമില്ല. 3 കുട്ടികൾ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകണമെങ്കിൽ ഒന്നുകിൽ ആ കാടിനുള്ളിൽ പോലീസിനോ ഫയർഫോഴ്സിനോ കണ്ടെത്താൻ കഴിയാത്ത അജ്ഞാതമായ എന്തോ ഒളിഞ്ഞുകിടപ്പുണ്ട്, അല്ലെങ്കിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ അവിടെ വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അപ്പോൾ ജോജിയേട്ടൻ പറഞ്ഞു വരുന്നത്? ദാസപ്പൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതേ ദാസപ്പ, ലോകത്തിൻ്റെ മുന്നിൽ ഇതൊരു വെറുമൊരു അപകടം മാത്രമായിരിക്കാം.
എന്നാൽ എനിക്കെന്തോ ഇതിൽ വലിയൊരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. ഒന്നുകിൽ ആ കയത്തിനടിയിൽ പുറംലോകത്തിനറിയാത്ത എന്തെങ്കിലും രഹസ്യ ഗുഹകളോ തുരങ്കങ്ങളോ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത മറ്റെന്തോ ഒന്ന് അവിടെ ആ കാട്ടിലുണ്ട്. ജോജിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സുപ്രുവിൻ്റെയും ദാസപ്പൻ്റെയും മുഖത്ത് ഒരു ആവേശം ഇരട്ടിച്ചു. ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ ഗോസ്റ്റ് ഹണ്ടേഴ്സ് എപ്പോഴും തയ്യാറാണ്. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അന്വേഷണം അവസാനിക്കുന്നിടത്തു നിന്നാണ് ഇനി ഗോസ്റ്റ് ഹണ്ടേഴ്സിൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. നമുക്ക് ആ മലയോര ഗ്രാമത്തിലേക്ക് പോകണം. ആ കയത്തിൻ്റെ രഹസ്യം നമ്മൾ കണ്ടുപിടിക്കും, ജോജി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എറണാകുളം വൈറ്റിലയിലെ തിരക്കേറിയ റോഡിൽ നിന്നും അല്പം മാറിയുള്ള പുതിയ കെട്ടിടത്തിന് മുന്നിൽ പോകുന്നവരും വരുന്നവരുമായ നാട്ടുകാർ എപ്പോഴും കൗതുകത്തോടെ നോക്കാറുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം ആ കെട്ടിടത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന വലിയ ബോർഡ് തന്നെയാണ്, പാരാനോർമൽ റിസർച്ച് സെൻറ്റർ. ഇവിടെ എന്താണ് നടക്കുന്നതെന്നോ എന്തുതരം ഓഫീസാണെന്നോ നാട്ടുകാർക്ക് യാതൊരു എത്തുപിടിയും കിട്ടിയിരുന്നില്ല. എന്നാൽ ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറിയാൽ ജോജിയുടെയും ദാസപ്പൻ്റെയും സുപ്രുവിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ വലിയൊരു നേട്ടം കാണാമായിരുന്നു. ഗോസ്റ്റ് ഹണ്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ഓഫീസിൻ്റെ പ്രധാന ചുവരിൽ തിളങ്ങുന്ന ഗോൾഡൻ പ്ലേ ബട്ടൺ അവരുടെ വിജയത്തിൻ്റെ സാക്ഷിയായി ഇരിപ്പുണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കപ്പുറമുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ അവർ തുടങ്ങിയതോടെ ഓഫീസിലേക്ക് ആളുകളുടെ വലിയൊരു ഒഴുക്കായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അമാനുഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടി നിരവധി പേർ ആ ഓഫീസിലേക്ക് വന്നു തുടങ്ങി. ഗോസ്റ്റ് ഹണ്ടേഴ്സിന് അക്ഷരാർത്ഥത്തിൽ നിന്നു തിരിയാൻ പറ്റാത്ത അവസ്ഥ. ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തും ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ട് ഫയലുകൾ തയ്യാറാക്കിയും ദാസപ്പനും സുപ്രുവും വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ടേബിളിൽ ബാക്കിയായി കിടക്കുന്ന പരാതികളുടെ ഫയലുകൾക്കിടയിലേക്ക് ജോജി എടുത്തു വെച്ച ആ പത്രവാർത്ത നോക്കി സുപ്രു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവൻ തളർച്ചയോടെ കസാരയിലേക്ക് ചാരിയിരുന്ന് ജോജിയോട് ചോദിച്ചു, ജോജിയേട്ടാ, നമ്മളിപ്പോൾ തന്നെ വല്ലാതെ കുടുങ്ങിക്കിടക്കുകയല്ലേ? ഈ ഓഫീസിൽ അന്വേഷണം നടത്താനും പരിഹാരം കാണാനും ബാക്കിയുള്ള ഫയലുകളുടെ എണ്ണം തന്നെ ഒരുപാടാണ്. ഉറങ്ങാൻ പോലും സമയമില്ലാതെ നമ്മൾ ഓടുകയാണ്. അതിനിടെ ഈ കുട്ടികളെ കാണാതായ കേസ് കൂടി അന്വേഷിച്ച് നമ്മൾ കാട്ടിലേക്ക് പോകണോ? പോലീസും ഫയർഫോഴ്സും വരെ കൈവിട്ട കേസാണിത്. സുപ്രുവിൻ്റെ ചോദ്യം കേട്ട് ഫയലുകൾ അടുക്കി വയ്ക്കുകയായിരുന്ന ദാസപ്പനും ജോജിയുടെ മറുപടിക്കായി കാത്തിരുന്നു. ജോജി പതുക്കെ നടന്ന് സുപ്രുവിൻ്റെ കസാരയ്ക്കരികിലേക്ക് വന്നു. എന്നിട്ട് പത്രത്തിലെ 3 കുട്ടികളുടെ ചിരിക്കുന്ന മുഖങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ജോജി വളരെ ഗൗരവത്തിൽ പറഞ്ഞു, സുപ്രു, നീ പറയുന്നതൊക്കെ ശരിയാണ്. നമുക്കിവിടെ ഒരുപാട് കേസുകൾ തീർപ്പാക്കാനുണ്ട്. ചില വീട്ടിലെ ജനാലകൾ തനിയെ അടയുന്നതാകാം, വീട്ടുപകരണങ്ങൾ അനങ്ങുന്നതാകാം, അല്ലെങ്കിൽ ഭയപ്പെടുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നതാകാം. ഇതിനൊക്കെ പരിഹാരം കാണാൻ നമുക്ക് സമയമുണ്ട്. കാരണം അവിടെയെങ്ങും ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ കേസ് അങ്ങനെയല്ല. ജോജി ഒന്ന് നിർത്തി ദാസപ്പനെയും സുപ്രുവിനെയും നോക്കി. 15 വയസ്സ് മാത്രം പ്രായമുള്ള 3 കുട്ടികളാടാ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത്. അവരുടെ വീട്ടുകാരുടെ കണ്ണുനീർ ഇതുവരെ തുറന്നിട്ടില്ല. പോലീസിനും ഫയർഫോഴ്സിനും പരിമിതികളുണ്ട് സുബ്രു. അവർക്ക് കണ്ണിൽ കാണുന്ന തെളിവുകളുടെയും യുക്തികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ അന്വേഷിക്കാൻ കഴിയൂ. എന്നാൽ കൈത്തിരടിയിലോ ആ കൊടുങ്കാട്ടിലോ ഒളിഞ്ഞു നിൽക്കുന്നത് മനുഷ്യൻ്റെ യുക്തിക്കും ശാസ്ത്രത്തിനും പിടികൊടുക്കാത്ത അജ്ഞാതമായ എന്തെങ്കിലും ആണെങ്കിലോ? നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നാൽ ആ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് സത്യം ലോകമൊരിക്കലും അറിയില്ല. മാത്രമല്ല, നാളെ മറ്റാരെങ്കിലും അവിടെ വീണ്ടും ഇരയാകപ്പെട്ടേക്കാം. അത് തടയേണ്ടത് നമ്മുടെ കടമയാണ്. ജോജിയുടെ വാക്കുകൾ ആ ഓഫീസിലെ അന്തരീക്ഷമാകെ മാറ്റിമറിച്ചു. സുപ്രുവിൻ്റെയും ദാസപ്പൻ്റെയും മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളും ക്ഷീണവുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായി. തങ്ങളുടെ അറിവും കഴിവുകളും ഉപയോഗിക്കേണ്ടത് ഇത്തരം വലിയ ദുരൂഹതകൾക്ക് മുന്നിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. സോറി ജോജിയേട്ടാ, ഞാനിപ്പോൾ റെഡിയാണ്. അവരെ നമ്മൾ കണ്ടുപിടിക്കും. സുപ്രു ആവേശത്തോടെ എഴുന്നേറ്റു. ദാസപ്പനും അത് ശരിവെച്ചു. മറ്റ് കേസുകൾ താൽക്കാലികമായി മാറ്റിവെച്ച് തങ്ങളുടെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ കിറ്റുകളും ക്യാമറകളും അവർ ബാഗുകളിലേക്ക് പാക്ക് ചെയ്തു. എറണാകുളത്തെ തിരക്കുകളിൽ നിന്നും നൂറ്റാണ്ടുകളുടെ രഹസ്യം ഉറങ്ങിക്കിടക്കുന്ന ആ മലയോര ഗ്രാമത്തിലെ ഇരുണ്ട കാടുകൾ ലക്ഷ്യമാക്കി ഗോസ്റ്റ് ഹണ്ടേഴ്സിൻ്റെ കറുത്ത ഇന്നോവ കാർ കുതിച്ചു പാഞ്ഞു. വളഞ്ഞു പുളഞ്ഞ മലയോര പാതകളിലൂടെ ഗോസ്റ്റ് ഹണ്ടേഴ്സിൻ്റെ ഇന്നോവ കാർ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉച്ച തിരിഞ്ഞിരുന്നു. പച്ചപ്പ് നിറഞ്ഞ റബ്ബർ തോട്ടങ്ങൾക്കും കാടിനും നടുവിലുള്ള ആ പ്രദേശം ഇപ്പോൾ വലിയൊരു ശ്മശാന മൂകതയാണ്. 3 കുട്ടികൾ ഒന്നിച്ച് കാണാതായതിൻ്റെ നടുക്കം ആ ഗ്രാമവാസികളുടെ മുഖത്ത് ഇപ്പോഴും മായാതെ കിടപ്പുണ്ടായിരുന്നു. നേരെ സുമിത്തിൻ്റെ വീട്ടിലേക്കാണ് ജോജിയും സംഘവും എത്തിയത്. മുറ്റത്ത് കെട്ടിയ പന്തൽ അഴിച്ചുമാറ്റിയിരുന്നില്ല. ബന്ധുക്കളും അയൽക്കാരും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ജോജിയും കൂട്ടരും തങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ കാണിച്ച് കാണാതായ കുട്ടികളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ഭയഭക്തി ബഹുമാനങ്ങളോടെ അവർക്ക് വഴിമാറിക്കൊടുത്തു. ഉള്ളിലെ മുറിയിൽ തളർന്നു കിടക്കുകയായിരുന്ന സുമിത്തിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ജോജി ചെന്നു. കണ്ണുനീർ പറ്റി ശൂന്യതയിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു ആ അമ്മ. അമ്മേ, ജോജി വളരെ മൃദുവായി വിളിച്ചു. ഞങ്ങൾ പോലീസല്ല. പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നവരാണ്. കുട്ടികൾ പോകുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും അസാധാരണമായി അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ?
അമ്മ പതുക്കെ എഴുന്നേറ്റിരുന്നു. അവരുടെ ശബ്ദം നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു സാറേ. സുമിത്ത് ആ കാട്ടിലെ കയത്തിലെക്കുറിച്ച് അപ്പുവിനോടും രാഹുലിനോടും പറയുന്നത് ഞാൻ കേട്ടു. വെള്ളച്ചാട്ടമുണ്ടെന്നും കാണാൻ നല്ല ഭംഗിയാണെന്നുമൊക്കെ അവൻ അവരോട് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അവരെ വിലക്കിയതാ അങ്ങോട്ട് പോകരുതെന്ന്. പക്ഷേ അമ്മ വീണ്ടും കരയാൻ തുടങ്ങി. അമ്മേ, ആ കയത്തിലേക്ക് പോകരുതെന്ന് അമ്മ പ്രത്യേകം വിലക്കാൻ കാരണം എന്തായിരുന്നു? അവിടെ മുമ്പും അപകടങ്ങൾ നടന്നിട്ടുണ്ടോ? സുപ്രതൻ്റെ നോട്ട്പാഡിൽ വിവരങ്ങൾ കുറിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ട് മോനെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വിറക് വെറുക്കാൻ പോയ 2 ചെറുപ്പക്കാരെ കാണാതായിട്ടുണ്ട്. പോലീസുകാർ ദിവസങ്ങളോളം തപ്പിയിട്ടും അവരെ കിട്ടിയിട്ടില്ല. ആ കയത്തിലെടുത്ത് പോകുന്നവർക്ക് എന്തൊക്കെയോ വിഭ്രാന്തികൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് കേട്ട് വളർന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ വിലക്കിയത്. അമ്മ കൈകൂപ്പി വിതുമ്പി. കൂടുതൽ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതെ ജോജിയും സംഘവും പുറത്തേക്ക് ഇറങ്ങി. പോലീസിൻ്റെ റിപ്പോർട്ടുകളിലില്ലാത്ത നാട്ടുചരിത്രത്തിൻ്റെ ഇരുണ്ട താളുകളിലാണ് ഉത്തരമുള്ളെന്നുള്ളത് ജോജിക്ക് ഉറപ്പായിരുന്നു. ഗ്രാമത്തിലെ പഴയ ആളുകളെ കണ്ടുപിടിക്കാനായി അവർ അടുത്തുള്ള ചെറിയൊരു കവലയിലെ ചായക്കടയിലേക്ക് നടന്നു. ചായക്കടയിൽ ആളുകൾ കുറവായിരുന്നു. അവിടെ ബെഞ്ചിൽ പ്രായം ചെന്ന ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. കുട്ടികളെ കാണാതായ ദിവസം സുമിത്തിൻ്റെ വീടിന് മുറ്റത്ത് വെച്ച് ജലപിശാചെന്ന് ഉച്ചരിച്ച അതേ കാരണവർ. രാമൻ നായർ എന്നായിരുന്നു അയാളുടെ പേര്. ജോജി അയാൾക്കരികിലേക്ക് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു. തങ്ങൾ പാരാനോമൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ആ കാരണവരുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. പോലീസുകാരോട് ഞാൻ പറഞ്ഞതാ സാറേ, ഇതിൽ അന്വേഷിക്കാൻ ഒന്നുമില്ലെന്ന്. പക്ഷേ അവർക്ക് ശാസ്ത്രം മാത്രമല്ലേ അറിയൂ, രാമൻ നായർ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ജോജി തൻ്റെ വോയിസ് റെക്കോർഡർ രഹസ്യമായി ഓൺ ചെയ്ത് വെച്ചു. ആ കയം വെറുമൊരു വെള്ളമല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വലിയൊരു ശാപം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണിത്. രാമൻ നായരുടെ ശബ്ദം ഗൗരവത്തിലായി. പണ്ട് ഈ നാട് ഭരിച്ചിരുന്ന ചില ജന്മിമാർ തങ്ങളെ ധിക്കരിക്കുന്നവരെയും എതിർക്കുന്നവരെയും ജീവനോടെ കെട്ടിത്താഴ്ത്തിയ കയമാണത്. കിലോമീറ്ററോളം ആഴമുണ്ട് ഇരുണ്ട വെള്ളത്തിന്. പിടഞ്ഞു മരിച്ച അനേകം ആളുകളുടെ ചോരയും ശാപവും ആ വെള്ളത്തിലുണ്ട്. ദാസപ്പനും സുപ്രവും പരസ്പരം നോക്കി. ഗ്രാമീണ ഐതിഹ്യങ്ങളുടെയും നാടോടി കഥകളുടെയും എല്ലാ ഭാവവും ആ കാരണവരുടെ വാക്കുകളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ജലപിശാച് എന്ന് പറയുന്നത്? ജോയി ചോദിച്ചു. വർഷങ്ങൾ കഴിയുന്തോറും ആ കയത്തിലെ വെള്ളത്തിന് വല്ലാത്തൊരു ശക്തി കൈവന്നു സാറേ. അസ്വാഭാവിക മരണങ്ങൾ നടന്ന ജലാശയത്തിൽ രൂപപ്പെടുന്ന ഒരുതരം ഇരുണ്ട ശക്തി. അതിനെയാണ് ഞങ്ങൾ ജലപിശാച് എന്ന് വിളിക്കുന്നത്. രാമൻ നായർ ചുറ്റുമൊന്ന് നോക്കി ശബ്ദം താഴ്ത്തി. ചോരത്തിളപ്പുള്ള ആൺകുട്ടികളെയും ചെറുപ്പക്കാരെയുമാണ് അതിന് നോട്ടം. കാട്ടിലൂടെ പോകുന്നവർക്ക് അത് പലതരം മായക്കാഴ്ചകൾ കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ സുന്ദരിയായ പെണ്ണിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ രൂപത്തിൽ. അങ്ങനെ അവരുടെ മനസ്സിനെ മയക്കി ആ കയത്തിലേക്ക് അത് വിളിച്ചു വരുത്തും. ഒടുവിൽ ആ വെള്ളത്തിൽ കാലുകുത്തിയാൽ പിന്നെ ജീവനോടെ തിരിച്ചു വരില്ല. അവരെ ജീവനോടെ ആ വെള്ളത്തിനടിയിലുള്ള ഏതോ അജ്ഞാതമായ ഇരുട്ടിലേക്ക് അത് വലിച്ചുകൊണ്ടു പോകും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ കോസ്റ്റ് കണ്ടേഴ്സ് ആ കാരണവരോട് നന്ദി പറഞ്ഞ് കാറിനകത്തേക്ക് നടന്നു. ജോജിയേട്ടാ, ഈ പറയുന്നതൊക്കെ വെറും നാടോടി കഥകളല്ലേ? ജലപിശാച്, മായക്കാഴ്ചകൾ, ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടാകുമോ? ദാസപ്പൻ സംശയത്തോടെ ചോദിച്ചു. ജോജി കാറിൻ്റെ ഡോർ തുറന്ന് മുൻസീറ്റിലേക്ക് കയറി. നാടോടി കഥകളും ഐതിഹ്യങ്ങളും വെറുതെ ഉണ്ടാകുന്നതല്ല ദാസപ്പ. അതിനു പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യത്തിൻ്റെ ഖണികയുണ്ടാകും. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ മനുഷ്യൻ്റെ തലച്ചോറിനെ സ്വാധീനിക്കാനും ഹാലുസിനേഷൻ അഥവാ മായക്കാഴ്ചകൾ ഉണ്ടാക്കാനും കഴിയും. ശക്തമായ ഒരു നെഗറ്റീവ് എനർജി ആ കയത്തിന് ചുറ്റുമുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? സുപ്രതൻ്റെ ഗിയറുകൾ പരിശോധിച്ചുകൊണ്ട് ചോദിച്ചു. പോലീസും ഫയർഫോഴ്സും പകൽ വെളിച്ചത്തിലാണ് അവിടെ തിരച്ചിൽ നടത്തിയത്. ജോജി കാറിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പാരാനോർമൽ ശക്തികൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി തന്നെ ആ കാട്ടിലേക്ക് കയറുന്നു. ആ കയത്തിൻ്റെ അരികിൽ ക്യാമ്പ് ചെയ്ത് നമ്മുടെ ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് ആ ജലപിശാചിൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ പകർത്തും. ഇരുട്ട് വീണു തുടങ്ങിയ ആ മലയോര ഗ്രാമത്തിൽ ഇതുവരെ ആരും കടന്നു ചെല്ലാൻ ധൈര്യപ്പെടാത്ത ആ ഭയാനകമായ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗോസ്റ്റ് കണ്ടേഴ്സ്. സമയം രാത്രി 12 മണി കഴിഞ്ഞു. പകൽ സമയത്ത് തന്നെ വല്ലാത്തൊരു ഭയം ജനിപ്പിക്കുന്ന ആ കൊടുങ്കാട് രാത്രിയായതോടെ കൂടുതൽ ഭയാനകമായി മാറിയിരുന്നു. ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിലും ഇടയ്ക്കിടെ കേൾക്കുന്ന മൂങ്ങകളുടെ മൂളലും മാത്രമായിരുന്നു ആ കാട്ടിലെ ഏക ശബ്ദം. വലിയ ടോർച്ചുകളുടെ വെളിച്ചത്തിൽ ഉപകരണങ്ങളടങ്ങിയ ഭാരമുള്ള ബാഗുകളും ചുമന്ന് ജോജിയും ദാസപ്പനും സുപ്രവും ആ കാട്ടുപാതയിലൂടെ നടന്നു. വളർന്നു തുടങ്ങിയ കാട്ടുചെടികളും വള്ളികളും വകഞ്ഞു മാറ്റി അവർ നടന്നു. അരമണിക്കൂറോളം നീണ്ട ദുഷ്കരമായ യാത്രയ്ക്കൊടുവിൽ അവർ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. മുന്നിൽ വലിയൊരു ഇരുണ്ട പ്രദേശം. ടോർച്ചിൻ്റെ വെളിച്ചം അവിടെ പതിച്ചപ്പോൾ ഗോസ്റ്റ് കണ്ടേഴ്സ് അത്ഭുതപ്പെട്ടു. സുമിത്ത് കൂട്ടുകാരോട് വർണ്ണിച്ചതുപോലെ മനോഹരമായൊരു വെള്ളച്ചാട്ടമോ തെളിഞ്ഞ വെള്ളമോ അവിടെ ഉണ്ടായിരുന്നില്ല.
മറിച്ച് പാറക്കെട്ടുകൾക്കിടയിൽ വലിയൊരു ഗർത്തം പോലെ തോന്നിക്കുന്ന അതിവിശാലമായ ഒരു കയം. അതിലെ വെള്ളത്തിന് കറുത്ത മഷിയുടെ നിറമായിരുന്നു. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന വല്ലാത്ത നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന ഒരു മരണക്കിണർ പോലെയാണ് അത് കിടന്നിരുന്നത്. സുമിത്ത് പറഞ്ഞ ആ മനോഹരമായ വെള്ളച്ചാട്ടം എവിടെ ജോജിയേട്ടാ? സുപ്രു ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അതായിരുന്നു സുപ്രു അവർ കണ്ട മായക്കാഴ്ച. ജോജി ആ ഇരുണ്ട വെള്ളത്തിലേക്ക് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. കാരണവന്മാർ പറഞ്ഞത് സത്യമാണ്. ഈ കയത്തിന് ചുറ്റുമുള്ള എന്തോ ഒരു കാന്തിക ശക്തി അവരുടെ തലച്ചോറിനെ സ്വാധീനിച്ച് അവർക്കിഷ്ടമുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചു. ആ മായക്കാഴ്ചകൾക്ക് പിന്നാലെ വന്നതാണ് ആ പാവം കുട്ടികൾ. ഒട്ടും സമയം കളയാതെ അവർ തങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ദാസപ്പൻ കയത്തിനു മുന്നിൽ 3 വ്യത്യസ്ത ഭാഗങ്ങളിലായി നൈറ്റ് വിഷൻ ക്യാമറകൾ ട്രൈപോഡിൽ ഉറപ്പിച്ചു. വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ എന്ത് ചെറിയ അനക്കമുണ്ടായാലും ഒപ്പിയെടുക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു അത് സെറ്റ് ചെയ്തത്. സുപ്രു തൻ്റെ കയ്യിലെ EMF മീറ്ററും തെർമൽ ഇമേജ് ക്യാമറയുമായി നിരീക്ഷണം തുടങ്ങി. ജോജി ഡിജിറ്റൽ വോയിസ് റെക്കോർഡ് ഓൺ ചെയ്തു വെച്ചു. എല്ലാം സജ്ജമാക്കിയതോടെ തങ്ങളുടെ ടോർച്ചുകൾ അണച്ചു. ക്യാമറകളുടെ ഇൻഫ്രാറെഡ് വെളിച്ചം മാത്രം ആ ഇരുട്ടിൽ തിളങ്ങി നിന്നു. അപ്പു, രാഹുൽ, സുമിത്, ജോജി വലിയ ശബ്ദത്തിൽ വിളിച്ചു. നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം തരണം. പൂർണ്ണമായ നിശബ്ദത. കയത്തിലെ വെള്ളം തീർത്തും നിശ്ചലമായിരിക്കുന്നു. 10 മിനിറ്റോളം അവർ കാത്തുനിന്നു. പെട്ടെന്ന് കാറ്റിൻ്റെ ഗതി മാറുകയും അന്തരീക്ഷത്തിലെ താപനില അസാധാരണമാംവിധം കുറയുകയും ചെയ്തു. ഒരു വലിയ ഐസ് കട്ടയുടെ അടുത്തേക്ക് പോകുമ്പോൾ അനുഭവപ്പെടുന്നത് പോലുള്ള മരവിപ്പിക്കുന്ന ഒരു തണുപ്പ് ആ കയത്തിന് മുകളിലേക്ക് അടിക്കാൻ തുടങ്ങി. ജോജിയേട്ടാ, ടെമ്പറേച്ചർ പെട്ടെന്ന് ഡ്രോപ്പ് ആകുന്നുണ്ട്, സുപ്രു വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അടുത്ത നിമിഷം സുപ്രു കയ്യിലിരുന്ന EMF മീറ്ററിലെ പച്ച ലൈറ്റ് മഞ്ഞയിലേക്ക് മാറി. പതിയത് ചുവപ്പായി മിന്നാൻ തുടങ്ങി. എന്തോ ഒന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ജോജി ചുറ്റും സൂക്ഷിച്ചു നോക്കി മന്ത്രിച്ചു. പെട്ടെന്ന് നിശ്ചലമായി കിടക്കുന്ന ആ കയത്തിൻ്റെ വെള്ളത്തിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടു. ആരോ വെള്ളത്തിലേക്ക് വലിയൊരു കല്ലിട്ടതുപോലെയോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ നിന്നും ഭാരമുള്ള എന്തോ ഒന്ന് മുകളിലേക്ക് പൊങ്ങി വന്നതുപോലെയോ ഉള്ള ശബ്ദം. ദാസപ്പൻ തൻ്റെ തെർമൽ ക്യാമറ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു. തെർമൽ സ്ക്രീനിൽ വെള്ളത്തിന് മുകളിലായി മനുഷ്യരൂപത്തോട് സാമ്യതയുള്ള ചെറിയൊരു താപനിലയുടെ ചുവന്ന അടയാളം ദാസപ്പൻ കണ്ടു. എന്നാൽ അടുത്ത നിമിഷം അത് വെള്ളത്തിനടിയിലേക്ക് മറയുകയും സ്ക്രീനിലെ അടയാളം പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്തു. അതൊഴിച്ചാൽ പിന്നീട് അവിടെയൊന്നും സംഭവിച്ചില്ല. കാത്തിരിപ്പ് മണിക്കൂറുകൾ നീണ്ടു. അവർ സ്പിരിറ്റ് ബോക്സ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും വെറും ഇരമ്പൽ മാത്രമായിരുന്നു മറുപടി. EMF മീറ്ററിലെ ലൈറ്റുകൾ പച്ചയിലേക്ക് തന്നെ തിരിഞ്ഞു പോയിരുന്നു. ആ കൊടുന്തടുപ്പും അവിടെ നിന്നും മാഞ്ഞു. ആ നിമിഷം നേരത്തേക്കുണ്ടായ അസ്വാഭാവികത ഒഴിച്ചു നിർത്തിയാൽ വ്യക്തമായ തെളിവോ കുട്ടികളെക്കുറിച്ചുള്ള ഒരു സൂചനയോ അവർക്ക് ലഭിച്ചില്ല. നേരം പുലരാൻ തുടങ്ങിയിരുന്നു. ഇരുളകന്ന് പ്രഭാതത്തിൻ്റെ വെളിച്ചം കയത്തിലേക്ക് വന്നു തുടങ്ങി. നിരാശയോടെ തങ്ങളുടെ ഉപകരണങ്ങൾ തിരികെ പാക്ക് ചെയ്യുമ്പോൾ ജോജിയ കയത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവർ നമ്മളെ തോപ്പിച്ചല്ലോ ജോജിയേട്ടാ? സുപ്രു ചോദിച്ചു. ഇല്ല സുപ്രു, ജോജി ദീർഘമായി നിശ്വസിച്ചു. ഇതൊരു സാധാരണ ആത്മാവോ ശക്തിയോ അല്ല. നൂറ്റാണ്ടുകളായി വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന വലിയൊരു ബുദ്ധിയുള്ള നെഗറ്റീവ് എനർജിയാണത്. നൈറ്റ് വിഷൻ ക്യാമറകളോ EMF മീറ്ററോ ഉപയോഗിച്ച് ഇതിനെ പിടിക്കാൻ കഴിയില്ല. ഇത് നമ്മളുമായി ഒരു ഒളിച്ചുകളി നടത്തുകയാണ്. നമ്മളിനി എങ്ങനെ ആ കുട്ടികളെ കണ്ടുപിടിക്കും? ദാസപ്പൻ്റെ മുഖത്ത് വലിയൊരു ചോദ്യമുണ്ടായിരുന്നു. സാധാരണ അന്വേഷണങ്ങൾ ഇവിടെ ഫലിക്കില്ല ദാസപ്പ. ഈ കയത്തിനടിയിൽ എന്താണുള്ളതെന്ന് നമുക്ക് നേരിട്ട് പോയി കാണണം. അതിനുള്ള ഒരുക്കങ്ങളുമായി വേണം നമ്മളിനി ഇങ്ങോട്ട് വരാൻ, ജോജി തറപ്പിച്ച് പറഞ്ഞു. ക്യാമറയിൽ പതിഞ്ഞ അവ്യക്തമായ രൂപവും തങ്ങളുടെ മുന്നിലുണ്ടായ താപനിലയുടെ വ്യതിയാനവും ആ കയത്തിൽ പിശാചുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളായിരുന്നു. എന്നാൽ അത് പോരായിരുന്നു അവർക്ക്. വലിയൊരു തയ്യാറെടുപ്പിനായി ശാസ്ത്രവും യുക്തിയും തോറ്റുമടങ്ങിയ ആ കാട്ടിൽ നിന്നും പുതിയൊരു തന്ത്രവുമായി തിരിച്ചു വരാനായി ഗോസ്റ്റ് ഹണ്ടേഴ്സ് മലയിറങ്ങി. സമയം രാത്രി 11 മണി. സുമിത്തിൻ്റെ വീടിൻ്റെ പുറത്തെ മുറിയിൽ വലിയൊരു തർക്കം നടക്കുകയായിരുന്നു. തൻ്റെ ബാഗിലേക്ക് അത്യാവശ്യം വേണ്ട ചില ഉപകരണങ്ങൾ മാത്രം എടുത്തു വയ്ക്കുന്ന ജോജിയെ തടയാൻ ശ്രമിക്കുകയായിരുന്നു ദാസപ്പനും സുപ്രുവും. ജോജിയേട്ടാ, ഇതെന്ത് ഭ്രാന്താണ്? ഈ കൊടും കാട്ടിലേക്ക്, അതും ആരും കടക്കാൻ ഭയക്കുന്ന കയത്തിൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ദാസപ്പൻ ജോജിയുടെ ബാഗിൽ കയറിപ്പിടിച്ചു. അതേ ജോജിയേട്ടാ, ഇന്നലെ നമ്മൾ 3 പേരും ഉണ്ടായിട്ട് പോലും ആ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇതിപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ മരണത്തിലേക്ക് നടന്നു പോകുന്നതിന് തുല്യമാണ്. സുപ്രുവും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജോജിയുടെ മുഖത്ത് അസാമാന്യമായൊരു ശാന്തതയുണ്ടായിരുന്നു. അവൻ ദാസപ്പൻ്റെ കൈകൾ പതുക്കെ മാറ്റിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇന്നലെ ആ ശക്തി നമ്മളോട് ഒളിച്ചു കളിക്കാൻ കാരണം നമ്മൾ 3 പേരും ഒരുമിച്ചുണ്ടായിരുന്നതുകൊണ്ടാണ്. ജലപിശാചെന്നത് വെറുമൊരു മിത്തല്ല, അതൊരു വലിയ നെഗറ്റീവ് എനർജിയാണ്. അതിന് എപ്പോഴും വേണ്ടത് ഒറ്റപ്പെട്ട ഇരകളെയാണ്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് നിന്നു കൊടുത്താൽ മാത്രമേ അതതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പുറത്തേക്ക് വരികയുള്ളൂ.
ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയേ തീരും. മറുത്തൊന്നും പറയാൻ ദാസപ്പനും സുപ്രുവിനും കഴിഞ്ഞില്ല. തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും ജോയിയെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു ചെറിയ ടോർച്ചും പോക്കറ്റിൽ ഒരു വോയിസ് റെക്കോർഡും മാത്രം എടുത്ത് ജോജി ആ രാത്രിയുടെ ഇരുട്ടിലേക്ക് നടന്നിറങ്ങി. എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ, തങ്ങളുടെ നേതാവിനെ ഒറ്റയ്ക്ക് ആ മരണക്കിണറിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കാൻ ദാസപ്പനും സുപ്രുവും തയ്യാറായിരുന്നില്ല. ജോജി കാട്ടുപാതയിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞതും ഒട്ടും സമയം കളയാതെ ദാസപ്പൻ ക്യാമറയും സുപ്രു EMF മീറ്ററും എടുത്ത് ജോജിക്ക് പിന്നാലെ രഹസ്യമായി നടന്നു. തങ്ങൾ പിന്തുടരുന്നത് ജോജി യാതൊരു കാരണവശാലും അറിയരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ടോർച്ച് തെളിക്കാതെ വളരെ അകലം പാലിച്ചാണ് അവർ അവന് പിന്നാലെ നടന്നുപോയത്. ഏകദേശം 3/4 മണിക്കൂർ നീണ്ട നടത്തത്തിനൊടുവിൽ ജോജി ആ കയത്തിൻ്റെ അരികിലെത്തി. രാത്രിയുടെ ആ കനത്ത നിശബ്ദതയിൽ ആ കറുത്ത വെള്ളം ഒരു ഭീകര സ്വത്വത്തെ പോലെ അനങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. ഒരു കാറ്റ് പോലും അവിടെ വീശുന്നുണ്ടായിരുന്നില്ല. കുറച്ചകലെ വലിയൊരു കാട്ടുമരത്തിൻ്റെ മറവിൽ ദാസപ്പനും സുപ്രുവും ശ്വാസമടക്കി പിടിച്ച് ഒളിച്ചു നിന്നു. ദാസപ്പൻ നൈറ്റ് വിഷൻ ക്യാമറയിലൂടെ ജോജിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. സുപ്രുവിൻ്റെ കയ്യിലിരുന്ന മീറ്റർ അപ്പോഴും യാതൊരു മാറ്റവും ഉണ്ടാക്കിയിരുന്നില്ല. ജോജി പതുക്കെ കയത്തിൻ്റെ തൊട്ടരിയിലേക്ക് ചെന്നു. അവൻ വെള്ളത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. പെട്ടെന്ന് ആ അന്തരീക്ഷം ആകെ മാറി മറിയാൻ തുടങ്ങി. മരവിപ്പിക്കുന്ന ഒരു കൊടും തണുപ്പ് വീണ്ടും ആ കാട്ടിലേക്ക് പടർന്നു കയറി. സുബ്രുവിൻ്റെ കയ്യിലിരുന്ന മീറ്റർ ഭ്രാന്തമായി ചുവന്ന ലൈറ്റുകൾ മിന്നിക്കത്താൻ തുടങ്ങി. എന്നാൽ ജോജി അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ യാന്ത്രികമായി തൻ്റെ കയ്യിലിരുന്ന ടോർച്ച് താഴേക്കിട്ടു. അവൻ്റെ ശരീരഭാഷ പൂർണ്ണമായും മാറിയിരുന്നു. വലിയൊരു മായിക വലയത്തിൽ ജോജി പൂർണ്ണമായും അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ദാസപ്പനും സുപ്രുവും ഭയത്തോടെ പരസ്പരം നോക്കി. ജോജി ഇപ്പോൾ ആരോടോ സംസാരിക്കുകയാണ്. അവന് മാത്രം കാണാൻ കഴിയുന്ന എന്തോ ഒരു കാഴ്ച അവൻ കാണുന്നുണ്ട്. സുമിത്, അപ്പു, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ എത്ര നേരമായി അന്വേഷിക്കുന്നു. ജോജി ആ ഇരുണ്ട വെള്ളത്തിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ജോജിയുടെ മനസ്സിനെ ആ ജലപിശാച് പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അവനിപ്പോൾ ആ കറുത്ത വെള്ളത്തിന് പകരം കാണുന്നത് താൻ അന്വേഷിച്ചു വന്ന ആ 3 കുട്ടികളെയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തെയുമാണ്. അവർ ജോജിയേട്ടനെ മായക്കാഴ്ചകൾ കാണിച്ച് മയക്കുകയാണ് ദാസപ്പ. സുപ്രു വിറയ്ക്കുന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. അവൻ ദാസപ്പൻ്റെ ക്യാമറയുടെ സ്ക്രീനിലേക്ക് നോക്കി. അടുത്ത നിമിഷം അവരുടെ നെഞ്ചിടിപ്പ് നിലച്ചുപോയി. ജോജി നിൽക്കുന്നതിന് തൊട്ട് മുന്നിലായി ആ കറുത്ത വെള്ളത്തിന് മുകളിലായി അതിഭയാനകമായ ഒരു രൂപം നിൽക്കുന്നു. മനുഷ്യൻ്റെ ആകൃതിയുള്ള, എന്നാൽ മുഖമോ വ്യക്തമായ രൂപമോ ഇല്ലാത്ത, കനത്ത ഇരുട്ടുകൊണ്ട് നിർമ്മിച്ചതുപോലുള്ള വലിയൊരു നിഴൽ. നൈറ്റ് വിഷൻ ക്യാമറയുടെ സ്ക്രീനിൽ ആ നിഴൽ രൂപത്തിൽ നിന്നും ഭയാനകമായ ഊർജം വഹിക്കുന്നത് ദാസപ്പന് വ്യക്തമായി കാണാമായിരുന്നു. വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ജലോപരിതലത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആ ഇരുണ്ട രൂപം. അതിൻ്റെ കൈകൾ ജോജിക്ക് നേരെ നീണ്ടിരുന്നു. ആ നിഴലിൻ്റെ മാന്ത്രികതയിൽ കുടുങ്ങി ജോജി പതുക്കെ തൻ്റെ വലതുകാൽ ആ മരണക്കിണറിലേക്ക് എടുത്തു വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. ഒരിക്കൽ വെള്ളത്തിൽ കാല് തൊട്ടാൽ ജോജിയെ ജീവനോടെ തിരിച്ചു കിട്ടില്ലെന്ന് ദാസപ്പനും സുപ്രുവിനും ഉറപ്പായിരുന്നു. തങ്ങളുടെ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒട്ടും സമയം കളയാതെ അവർ ആ മരത്തിൻ്റെ മറവിൽ നിന്നും പുറത്തേക്ക് ചാടി. വേണ്ട ജോജിയേട്ടാ! സുപ്രുവിൻ്റെ അലർച്ച ആ കൊടുങ്കാടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചു. തൻ്റെ ജീവന് തുല്യനായ സുഹൃത്ത് ആ മരണക്കിണറിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത് കണ്ട് സുപ്രു പ്രാണഭയത്തോടെ അവന് നേരെ പാഞ്ഞെടുത്തു. പിന്നാലെ ക്യാമറയും വലിച്ചെറിഞ്ഞ് ദാസപ്പനും കുതിച്ചു. മനുഷ്യൻ്റെ ശബ്ദം കേട്ടതും ജോജിക്ക് നേരെ നീണ്ടു നിന്നിരുന്ന ആ വലിയ ഇരുണ്ട രൂപം പെട്ടെന്ന് പിൻവലിഞ്ഞു. ഇത്രയും നേരം നിശ്ചലമായിരുന്ന ആ കയത്തിലെ കറുത്ത വെള്ളത്തിൽ വലിയൊരു ചുഴി രൂപപ്പെട്ടു. ഇടിമുഴക്കം പോലുള്ള വലിയൊരു ശബ്ദത്തോടെ ആ നിഴൽ രൂപം വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി. ആ ശബ്ദത്തിൽ കാട്ടിലെ മരച്ചിലകൾ പോലും വിറകൊണ്ടു. അതേ നിമിഷം തന്നെ അതുവരെ ജോജിയെ പൊതിഞ്ഞു നിന്നിരുന്ന ആ കൊടും തണുപ്പും മായിക വലയവും ഒറ്റയടിക്ക് ഇല്ലാതെയായി. അദൃശ്യമായ ഏതോ ഒരു വലിയ ബന്ധനം പൊട്ടിയതുപോലെ ജോജി ഒരു മരത്തടി പോലെ ആ പാറക്കെട്ടിലേക്ക് ബോധം കെട്ട് വീണു. അവൻ്റെ കാൽപാദം ആ കറുത്ത വെള്ളത്തിൽ തൊടുന്നതിന് വെറും 1 ഇഞ്ച് മാത്രം ബാക്കി നിൽക്കുകയാണ് സുപ്രുവും ദാസപ്പനും അവിടെ എത്തിയത്. ജോജിയേട്ടാ, കണ്ണു തുറക്ക്! ദാസപ്പൻ ജോജിയുടെ തല മടിയിൽ വെച്ചുകൊണ്ട് വിളിച്ചു. ജോജിയുടെ ശരീരം ഒരു ഐസ് പോലെ തണുത്ത് ഉറഞ്ഞിരുന്നു. അവൻ്റെ ശ്വാസോച്ഛ്വാസം വളരെ ദുർബലമായിരുന്നു. അവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് അപകടമാണെന്ന് അവർക്കറിയാമായിരുന്നു. ഒട്ടും സമയം കളയാതെ സുപ്രുവും ദാസപ്പനും ചേർന്ന് ജോജിയെ താങ്ങിയെടുത്ത് ആ കാട്ടുപാതയിലൂടെ തിരികെ നടന്നു. കനത്ത ഇരുട്ടിലൂടെ കിതച്ചും വേർത്തും അവർ സുമിത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ വരവും ബഹളവും കേട്ട് സുമിത്തിൻ്റെ അമ്മയും അവിടുത്തെ മുറ്റത്ത് ഉറങ്ങാതിരുന്ന ചില നാട്ടുകാരും ഓടിക്കൂടി. ബോധമില്ലാതെ കിടക്കുന്ന ജോജിയെ കണ്ട് എല്ലാവരും പരിഭ്രാന്തരായി. അവർ വേഗത്തിൽ അവനെ ഹാളിലെ കട്ടിലിൽ കിടത്തി. എൻ്റെ ദൈവമേ, എന്തു പറ്റി സാറിന്? ഞാൻ പറഞ്ഞില്ലേ ആ കയത്തിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന്?
സുമിത്തിൻ്റെ അമ്മ നിലവിളിച്ചുകൊണ്ട് ജോജിയുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തെളിച്ചു. നെഞ്ചി തടവിയും കൈകാലുകൾ തിരുമിയും അവർ അവനെ ഉണർത്താൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോജിയുടെ വിരലുകൾ അനങ്ങി. അവൻ പതുക്കെ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു. ചുറ്റും ഭയത്തോടെ നിൽക്കുന്ന സുപ്രുവിനെയും ദാസപ്പനെയും നാട്ടുകാരെയും കണ്ട് ജോജി വല്ലാതെ അത്ഭുതപ്പെട്ടു. അവന് എഴുന്നേക്കാൻ പോലും ശേഷിയുണ്ടായിരുന്നില്ല. ഞാൻ ഇതെങ്ങനെ ഇവിടെ എത്തി? എനിക്ക് എന്ത് പറ്റി? ജോജി വളരെ ക്ഷീണിച്ച ശബ്ദത്തിൽ ചോദിച്ചു. ജോജിയേട്ടാ, അവിടെ എന്താ ഉണ്ടായത്? അവിടെ വെച്ച് ആരാ ജോജിയേട്ടനോട് സംസാരിച്ചത്? വെള്ളത്തിന് മുകളിൽ വന്ന ആ ഭയാനക രൂപത്തെ ജോജിയേട്ടൻ കണ്ടോ? സുപ്രു തിടുക്കത്തിൽ ചോദിച്ചു. നാട്ടുകാരും സുമത്തിൻ്റെ അമ്മയും ബാക്കി കാര്യങ്ങൾ അറിയാനായി ശ്വാസം അടക്കി പിടിച്ച് കാത്തിരുന്നു. എന്നാൽ ജോജി തൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ശൂന്യതയിലേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് വലിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആരോട് സംസാരിച്ചെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല സുപ്രു, ജോജി നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഓർമ്മയില്ലെന്നോ? ദാസപ്പൻ ഞെട്ടലോടെ ചോദിച്ചു. ജോജിയേട്ടൻ ആരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങൾ വ്യക്തമായി കണ്ടതാണ്. ആ കുട്ടികളെ കണ്ടെന്ന രീതിയിലാണ് അവിടുന്ന് സംസാരിച്ചത്. എന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഓടി വന്നത്. ജോജി വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ ഓർമ്മകളിൽ വലിയൊരു ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല ദാസപ്പ, ഞാൻ കാട്ടിലൂടെ നടന്ന് ആ കയത്തിൻ്റെ കുറച്ചകലെ എത്തിയതുവരെ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം അവിടെ വീണതും എൻ്റെ മനസ്സിൽ വലിയൊരു ഇരുട്ട് കയറുന്ന പോലെ തോന്നി. പിന്നീട് ഞാൻ കാണുന്നത് ഈ വീടിൻ്റെ സീലിങ്ങും നിങ്ങളുടെ മുഖങ്ങളുമാണ്. ആ കയത്തിനടുത്ത് വെച്ച് എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ജോജിയുടെ വാക്കുകൾ കേട്ട് ആ മുറിയിലുള്ളവരുടെ എല്ലാം രക്തം തണുത്തുറഞ്ഞു പോയി. ജലപിശാചിൻ്റെ ശക്തി അത്രത്തോളം ഭയാനകമാണെന്ന് ഗോസ്റ്റ് ഹണ്ടേഴ്സ് ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. അത് വെറുമൊരു മായക്കാഴ്ച കാണിച്ച് ആളുകളെ വിളിച്ചു വരുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഇരകളുടെ ബോധമനസ്സിനെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യുകയും അവരുടെ ഓർമ്മകളെ മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ പോയി രക്ഷപ്പെട്ടവർക്ക് പോലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് ലോകത്തോട് പറയാൻ കഴിയാത്തത്. നമ്മൾ നേരിടുന്നത് വലിയൊരു ദുഷ്ടശക്തിയാണ് ജോജിയേട്ട, സുപ്രു ഭയത്തോടെ പറഞ്ഞു. ആ 3 കുട്ടികളെയും ആ കറുത്ത വെള്ളം എത്ര സമർത്ഥമായാണ് വിഴുങ്ങിയതെന്ന ഭയാനകമായ സത്യം അവരുടെ മുന്നിൽ പതുക്കെ ചുരുളഴിയുകയായിരുന്നു. ജോജിയുടെ വാക്കുകൾ കേട്ടത് സുബത്തിൻ്റെ അമ്മ നെഞ്ചുപൊട്ടി. താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന മക്കൾക്ക് എന്ത് സംഭവിച്ചെന്ന ഭയാനകമായ സത്യം അവർക്ക് മുന്നിൽ ചുരുളഴിയുകയായിരുന്നു. തൻ്റെ കുട്ടികൾ വഴിതെറ്റിപ്പോയതല്ലെന്നും വലിയൊരു അദൃശ്യശക്തി അവരെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാണെന്നുള്ള തിരിച്ചറിവ് ആ അമ്മയെ വല്ലാതെ തളർത്തി. അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ അവർ തിരികെ വരികയില്ലേ? അവരെ ആ പിശാച് പിടിച്ചുവെന്നാണോ സാറേ നിങ്ങൾ പറയുന്നത്? നെഞ്ചിത്തടി ചലറിക്കൊണ്ട് അമ്മ തറയിലേക്ക് വീഴാൻ പോയി. പെട്ടെന്ന് സുപ്രുവും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും ചേർന്ന് അവരെ താങ്ങിപ്പിടിച്ചു. സുപ്രു അമ്മയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ കരയാതിരിക്കുക, ഞങ്ങൾക്കൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ആ കയത്തിനടിയിൽ വേറെ വല്ല ഗുഹകളോ മറ്റോ ഉണ്ടെങ്കിലോ? ആ കുട്ടികൾ അവിടെ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങളവരെ തിരികെ കൊണ്ടുവന്നിരിക്കും. ഒരു സത്യവും കണ്ടുപിടിക്കാതെ ഞങ്ങൾ ഈ നാട് വിട്ടു പോകില്ല. സുപ്രുവിൻ്റെ വാക്കുകൾ കേട്ട് സുമിത്തിൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നേരം പുലർന്നിരുന്നു. കിഴക്ക് വെള്ളം കീറി തുടങ്ങിയപ്പോൾ സുമിത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു യോഗം തന്നെ നടന്നു. രാത്രി നടന്ന സംഭവങ്ങൾ അറിഞ്ഞ് ഗ്രാമത്തിലെ പ്രായമായവരും ചെറുപ്പക്കാരും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം അവിടെ എത്തിയിരുന്നു. എല്ലാവരുടെയും മുഖത്ത് വലിയൊരു ഭയവും നിസ്സഹായതയും ഉണ്ടായിരുന്നു. അല്പം ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ജോജിയും ഒരു കസാരയിൽ വന്നിരുന്നു. ഒപ്പം ദാസപ്പനും സുപ്രുവും. ഇനി എന്ത് ചെയ്യണം എന്നായിരുന്നു മുറ്റത്തെ പ്രധാന ചർച്ച. പലരും പലതരം ആശയങ്ങളുമായി മുന്നോട്ട് വന്നു. സാറേ, ഈ ക്യാമറയും മെഷീനും വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. അതൊരു സാധാരണ സംഭവമല്ല. മലപ്പുറത്ത് നിന്ന് എനിക്കറിയാവുന്ന വലിയൊരു തന്ത്രിയുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആ കയത്തിന് ചുറ്റും ഹോമവും പൂജയും നടത്തണം. ആ ജലപിശാചിനെ മന്ത്രവാദം കൊണ്ട് തളച്ചാൽ മാത്രമേ കുട്ടികളെ നമുക്ക് തിരികെ കിട്ടൂ. രാമൻ നായർ എന്ന കാരണവർ അഭിപ്രായപ്പെട്ടു. കുറച്ചുപേർ അത് ശരിയാണെന്ന് തലയാട്ടി. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ ഇടയിൽ കയറി പറഞ്ഞു, അതൊന്നും നടക്കില്ല കാരണവരെ. നമുക്ക് വലിയ ഡൈനാമിറ്റ് വെച്ച് ആ കയത്തിന് ചുറ്റുമുള്ള പാറകൾ പൊട്ടിക്കാം. ആ വെള്ളം മുഴുവൻ ഒഴുകിക്കളഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു പിശാചും കാണില്ലല്ലോ. വെള്ളമില്ലാതെ പിന്നെന്ത് ജലപിശാച്? അതിനാ കൊടുങ്കാട്ടിലേക്ക് എങ്ങനെ ഈ ഡൈനാമിറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനാ? മാത്രമല്ല പോലീസുകാർ ഇതറിഞ്ഞാൽ നമ്മളെ പിടിച്ച് ജയിലിലിടും. മറ്റൊരു നാട്ടുകാരൻ തടസ്സം പറഞ്ഞു. നമുക്ക് വലിയ വല കൊണ്ടുവന്ന് കയത്തിൻ്റെ അടിത്തട്ട് വരെ ഒന്ന് അരിച്ചു നോക്കിയാലോ? വേറൊരാൾ ചോദിച്ചു. എന്ത് വലയിടാൻ? കയത്തിന് അടിത്തട്ടില്ലെന്നാണ് പറയുന്നത്. കിലോമീറ്ററോളം താഴ്ചയുണ്ട് അതിന്. മറ്റൊരു ശബ്ദമുയർന്നു. നാട്ടുകാരുടെ തർക്കം മുറുകിയപ്പോൾ ജോജി പതുക്കെ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ മുഖത്തിപ്പോൾ പഴയ ഗൗരവവും ഊർജവും തിരിച്ചെത്തിയിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ശാന്തരാകൂ, ജോജി കൈ ഉയർത്തി പറഞ്ഞപ്പോൾ മുറ്റം പൂർണ്ണമായും നിശബ്ദമായി. മന്ത്രവാദം ചെയ്തതുകൊണ്ടോ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ചതുകൊണ്ടോ തീരുന്നതല്ല ഈ പ്രശ്നം. ഈ കയത്തിൻ്റെ വെള്ളത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് ആർക്കും അറിയില്ല.
ഇതൊരു വലിയ അമാനുഷിക ശക്തി തന്നെയാണ്. പക്ഷേ അത് ഇരകളെ മയക്കുന്നത് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ചിന്തകളെ സ്വാധീനിച്ചാണ്, ഒരുതരം ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ച്. ഇന്നലെ ഞാൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ കാരണം എൻ്റെ ഓർമ്മകളെ ആ ശക്തി പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തതുകൊണ്ടാണ്. നാട്ടുകാർക്ക് ജോജി പറഞ്ഞ ശാസ്ത്രീയ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ദാസപ്പനും സുപ്രവും അവനെ ഉറ്റുനോക്കി. അതിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്കൊരു വഴി കണ്ടെത്തണം. ആ വെള്ളത്തിനടിയിൽ എന്താണെന്നുള്ളത് നേരിട്ട് കണ്ടേ മതിയാകൂ, ജോജി ഉറപ്പിച്ചു പറഞ്ഞു. അതിനാ കയത്തിലേക്ക് ആർക്കും പോകാൻ പറ്റില്ലല്ലോ ജോജിയേട്ടാ. അഥവാ പോയാലും ആ പിശാച് വീണ്ടും മയക്കില്ലേ? ദാസപ്പൻ ചോദിച്ചു. ജോജിയുടെ ചുണ്ടിൽ ഒരു നേരിയ ചിരി വിടർന്നു. നമുക്ക് പോകാൻ കഴിയില്ല ദാസപ്പ, പക്ഷേ മനുഷ്യൻ്റെ ജീവനും മനസ്സുമില്ലാത്ത ഒന്നിന് അങ്ങോട്ടേക്ക് പോകാം. കൊച്ചിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിവേക്. അവൻ കടലിനടിയിൽ വലിയ ഗവേഷണങ്ങൾ ചെയ്യുന്ന ആളാണ്. അവൻ്റെ കയ്യിൽ വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഘടിപ്പിച്ച ഒരു അണ്ടർ വാട്ടർ റോബോട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. സുപ്രുവിൻ്റെ മുഖം തിളങ്ങി. അടിപൊളി ഐഡിയ. മെഷീനുകൾക്ക് ജീവനില്ലാത്തതുകൊണ്ട് ആ പിശാചിന് മയക്കാഴ്ചകൾ കാണിച്ച് അതിനെ മയക്കാൻ കഴിയില്ലല്ലോ. കൃത്യം, ജോജി തലയാട്ടി. അടുത്ത രാത്രി നമ്മൾ ആ കാട്ടിലേക്ക് പോകും. നമ്മൾ കയത്തിൽ നിന്നും സുരക്ഷിതമായ അകലത്തിൽ മായാവലയം എത്താത്ത ദൂരത്ത് ക്യാമ്പ് ചെയ്യും. ആ അണ്ടർ വാട്ടർ ഡ്രോൺ ആ കയത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി ആ ഇരുണ്ട രഹസ്യങ്ങൾ മുഴുവൻ ഒപ്പിയെടുക്കും. അവിടെ വെച്ചാണ് ആ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് സത്യം ലോകം അറിയാൻ പോകുന്നത്. ജോജിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നാട്ടുകാർക്കിടയിൽ വീണ്ടും ഒരു പ്രതീക്ഷയുയർന്നു. വെറുമൊരു ഭയമായി ഒഴിഞ്ഞു മാറാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും സഹായത്തോടെ അദൃശക്തിയെ നേരിടാനുള്ള ഗോസ്റ്റ് കണ്ടേഴ്സിൻ്റെ വലിയ തീരുമാനത്തിന് ആ ഗ്രാമം മുഴുവൻ ഒറ്റയടിക്ക് പിന്തുണ നൽകി. ആ കയത്തിൻ്റെ അടിത്തട്ടിലെ ഇരുളിലേക്ക് വെളിച്ചം വീശാൻ അവർ ഒരുങ്ങുകയായിരുന്നു. നാട്ടുകാരുടെ ആലോചനയ്ക്ക് ശേഷം ജോജി മുറ്റത്ത് നിന്നും അല്പം മാറി നിന്നു. ഫോണെടുത്ത് കൊച്ചിയിലുള്ള തൻ്റെ സുഹൃത്ത് വിവേകിൻ്റെ നമ്പർ അവൻ ഡയൽ ചെയ്തു. സമുദ്ര ഗവേഷണ രംഗത്തും അണ്ടർ വാട്ടർ റോബോട്ടിങ്ങിലും വലിയ വൈദഗ്ധ്യമുള്ള ആളാണ് വിവേക്. കടലിൻ്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടിയിറങ്ങുന്ന അവന് അത്യാധുനിക ഉപകരണങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. രണ്ടാമത്തെ റിങ്ങിൽ തന്നെ വിവേക് ഫോണെടുത്തു. ഹലോ ജോജി, എന്താടാ രാവിലെ തന്നെ? പുതിയ വല്ല ഗോസ്റ്റ് കണ്ടിങ്ങുമാണോ? വിവേക് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ വിവേക്, പക്ഷേ ഇതൊരു സാധാരണ കേസല്ല. എനിക്കിതിൻ്റെ സഹായം അത്യാവശ്യമായി വേണം. ജോജിയുടെ സ്വരത്തിലെ ഗൗരവം കേട്ടപ്പോൾ വിവേകിൻ്റെ ചിരി പതുക്കെ മാഞ്ഞു. എന്തു പറ്റി ജോജി? എന്ത് സഹായമാണ് വേണ്ടത്? വിവേക് ആകാംക്ഷയോട് ചോദിച്ചു. ജോജി കഴിഞ്ഞ 2 ദിവസമായി മലയോര ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദമായി വിവേകിനോട് പറഞ്ഞു. കാണാതായ 3 കുട്ടികൾ, ഫയർഫോഴ്സിൻ്റെ പരാജയപ്പെട്ട തിരച്ചിൽ, ജലപ്പിശാചെന്ന നാട്ടുകാരുടെ വിശ്വാസം, എല്ലാറ്റിനും ഉപരിയായി ഇന്നലെ രാത്രി ആ കയത്തിനരികിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന ഭയാനകമായ അനുഭവം. തൻ്റെ ഓർമ്മകൾ മാഞ്ഞു പോയതും ആ കറുത്ത നിഴൽ രൂപത്തെ ദാസപ്പനും സുപ്രവും കണ്ടതും എല്ലാം കേട്ടപ്പോൾ വിവേക് ശരിക്കും ഞെട്ടിപ്പോയി. ജോജി, നീ പറയുന്നത് കേട്ടിട്ട് ആ വെള്ളത്തിനിടയിൽ ശക്തമായ എന്തോ മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ മറ്റെന്തോ വലിയ നെഗറ്റീവ് എനർജിയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ്റെ ചിന്തകളെ സ്വാധീനിക്കാൻ മാത്രം കഴിവുള്ള എന്തോ ഒന്ന്. വിവേക് ശാസ്ത്രീയമായി തന്നെ ചിന്തിച്ചു തുടങ്ങി. അതേ വിവേക്, അതുകൊണ്ട് തന്നെ ഇനി മനുഷ്യർക്ക് ആ കയത്തിനടുത്തേക്ക് പോകാൻ കഴിയില്ല. നിന്റെ കയ്യിലുള്ള അണ്ടർ വാട്ടർ റോബോട്ടുകൾ വെച്ച് ഇനി വെള്ളത്തിനടിയിൽ എന്താണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. എന്തു പറയുന്നു, നീ വരുമോ? ജോയി ചോദിച്ചു. വിവേക് ഒട്ടും മടിച്ചില്ല. തീർച്ചയായും ഞാൻ വരും ജോജി. ഇത്രയും വലിയൊരു ദുരൂഹത ഒളിഞ്ഞു കിടക്കുമ്പോൾ എനിക്കിങ്ങനെ മാറി നിൽക്കാൻ കഴിയും? എൻ്റെ കയ്യിലുള്ള ഏറ്റവും മികച്ച റോബോട്ട് ഞാനെടുക്കാം. അതിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും ആഴം അളക്കാനുള്ള സോണാർ സിസ്റ്റവും ഒപ്പം കൊടുമിരുട്ടിലും 100 മീറ്ററോളം വ്യക്തമായി കാണാൻ കഴിയുന്ന പവർഫുൾ ഇൻഫ്രാറെഡ് ലൈറ്റുകളുമുണ്ട്. എത്ര വലിയ ആഴത്തിലേക്കും അതിന് പോകാൻ കഴിയും. കട്ടിയുള്ള കേബിൾ വഴിയുള്ള കണക്ഷൻ ആയതുകൊണ്ട് സിഗ്നൽ കട്ടാകുമെന്ന പേടിയും വേണ്ട. താങ്ക്സ് വിവേക്, നീ എത്രയും വേഗം ഇങ്ങോട്ട് തിരിക്ക്. ഇന്ന് രാത്രി തന്നെ നമുക്ക് ആ കാട്ടിലേക്ക് കയറണം. ജോജിക്ക് വലിയൊരു ആശ്വാസമായി. ഞാൻ എൻ്റെ വണ്ടിയിൽ സാധനങ്ങളുമായി ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞ് വിവേക് ഫോൺ വെച്ചു. ജോജി തിരികെ മുറ്റത്തേക്ക് വന്നു. ദാസപ്പനെയും സുപ്രുവിനെയും നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. വിവേക ഉപകരണങ്ങളുമായി വരാമെന്ന് ഏറ്റ വിവരം അറിഞ്ഞപ്പോൾ അവർക്കും കൂടെ നിന്ന നാട്ടുകാർക്കും വലിയ സന്തോഷവും പ്രതീക്ഷയുമായി. വിവേക് വരുന്നവരെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല ദാസപ്പ. ജോജി അടുത്ത പ്ലാനിങ്ങിലേക്ക് കടന്നു. ആ അണ്ടർ വാട്ടർ ഡ്രോൺ തുടർച്ചയായി പ്രവർത്തിക്കാൻ വലിയ പവർ സപ്ലൈ വേണം. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയ ബാറ്ററി ബാക്കപ്പുകളും വയറുകളും നമുക്ക് റെഡിയാക്കണം. മാത്രമല്ല, ഇന്നലത്തെ പോലെ നമ്മളിന്ന് കയത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ആ മായിക വലയം എത്താത്ത ദൂരത്ത് കുറച്ച് മുകളിലുള്ള പാറക്കെട്ടിലായിരിക്കും നമ്മുടെ ബേസ് സ്റ്റേഷൻ ഒരുക്കുന്നത്. നേരം ഉച്ചയോട് അടുത്തപ്പോൾ സുമിത്തിൻ്റെ വീട് വലിയൊരു ഓപ്പറേഷൻ സെൻറ്റർ പോലെയായി മാറി. സുപ്രുവും ദാസപ്പനും തങ്ങളുടെ ഉപകരണങ്ങളെല്ലാം ചാർജ് ചെയ്തും വൃത്തിയാക്കിയും സജ്ജമാക്കി.
നാട്ടുകാരിൽ ചിലർ ഗ്രാമത്തിലെ കടകളിൽ നിന്നും വലിയ ബാറ്ററികളും കേബിളുകളും എത്തിച്ചു കൊടുത്തു. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയൊരു കറുത്ത ജീപ്പ് സുമിത്തിൻ്റെ വീടിന് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ വിവേകിനെ ജോജി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ജീപ്പിൻ്റെ പുറകിൽ വലിയൊരു ഇരുമ്പ് പെട്ടികളിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ ആ വലിയ ആയുധങ്ങൾ ഭദ്രമായി ഇരിപ്പുണ്ടായിരുന്നു. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഇതുവരെ ആരും കാണാത്ത വലിയൊരു പോരാട്ടത്തിന് ആ ഗ്രാമം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. രാത്രി 10 മണിയോടെ ആ കൊടും കാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇത്തവണ ജോജിക്കും സുപ്രുവിനും ദാസപ്പനും ഒപ്പം വിവേകമുണ്ട്. വിവേകിൻ്റെ ഭാരമേറിയ ഉപകരണങ്ങൾ ചുമക്കാൻ ധൈര്യമുള്ള 3-4 നാട്ടുകാരും അവർക്കൊപ്പം കൂടിയിരുന്നു. വലിയ ടോർച്ചുകളുടെ വെളിച്ചത്തിൽ മരച്ചിലകൾ വകഞ്ഞു മാറ്റി അവർ ആ കയത്തിനടുത്തെത്തി. കഴിഞ്ഞ രാത്രിയിലേതുപോലെ തന്നെ കാറ്റോ അനക്കമോ ഇല്ലാതെ ആ കറുത്ത വെള്ളം വലിയൊരു മരണക്കിണർ പോലെ ഭയാനകമായി കിടപ്പുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ജോജി മുൻകരുതലുകൾ എടുത്തിരുന്നു. വെള്ളത്തിൽ നിന്നും 50 മീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന വലിയൊരു പാറക്കെട്ടാണ് ജോജി ബേസ് സ്റ്റേഷനായി ഒരുക്കാൻ തിരഞ്ഞെടുത്തത്. ആ ജലപ്പിശാചിൻ്റെ മായിക വലയം ഈ ദൂരത്തേക്ക് എത്തില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. നാട്ടുകാർ പെട്ടികൾ താഴെ വെച്ച ശേഷം ഭയത്തോടെ വേഗത്തിൽ തിരികെ നടന്നു. ഒട്ടും സമയം കളയാതെ അവർ തങ്ങളുടെ ആധുനിക ഉപകരണങ്ങൾ സജ്ജീകരിക്കാൻ തുടങ്ങി. വലിയ ബാറ്ററികൾ കണക്ട് ചെയ്ത് വിവേക് തൻ്റെ ലാപ്ടോപ്പിലും വലിയ മോണിറ്ററും ഓൺ ചെയ്തു. പാറക്കെട്ടിൽ താൽക്കാലികമായി ഒരുക്കിയ ആ ടേബിളിൽ ഇപ്പോൾ പലതരം ലൈറ്റുകൾ മിന്നി മറയുന്നുണ്ടായിരുന്നു. മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള 4 പ്രൊപ്പല്ലറുകൾ ഘടിപ്പിച്ച ആധുനിക അണ്ടർ വാട്ടർ റോബോട്ടിനെ വിവേക് പെട്ടിയിൽ നിന്നും പുറത്തേക്ക് എടുത്തു. അതിനു മുന്നിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും ചുറ്റിലുമായി പവർഫുൾ LED ഇൻഫ്രാറെഡ് ലൈറ്റുകളും ഘടിപ്പിച്ചിരുന്നു. ഡാറ്റ കൈമാറാനുള്ള കട്ടിയുള്ള വലിയൊരു ഫൈബർ ഒപ്റ്റിക് കേബിൾ ആ ബെഷിൽ നിന്നും വിവേകിൻ്റെ കൺസോളിലേക്ക് നീണ്ടു നിന്നു. എല്ലാം റെഡിയാണ് ജോജി. വിവേക് മോണിറ്ററിന് മുന്നിലിരുന്ന് ജോയ്സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സുപ്രുവും ദാസപ്പനും ചേർന്ന് ആ വലിയ റോബോട്ടിനെ ശ്രദ്ധയോടെ താങ്ങിയെടുത്ത് താഴേക്ക് കൊണ്ടുപോയി. കയത്തിൻ്റെ തൊട്ടരികിൽ നിന്നുകൊണ്ട് അവർ പതുക്കെ ആ മനുഷ്യനെ ആ കറുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടു. അത് വെള്ളത്തിൽ തൊട്ട ഉടനെ വിവേക് കൺസോളിലെ സ്വിച്ച് ഓൺ ചെയ്തു. റോബോട്ടിലെ വലിയ ലൈറ്റുകൾ പ്രകാശിച്ചു. അതുവരെ ഇരുട്ടിൽ കടന്നിരുന്ന ആ വെള്ളത്തിൻ്റെ ഒരു ഭാഗം തിളങ്ങാൻ തുടങ്ങി. റോബോട്ട് വെള്ളത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ദാസപ്പനും സുപ്രുവും വേഗത്തിലോടി മുകളിലെ പാറക്കെട്ടിൽ തന്നെ തിരിച്ചെത്തി. ഇനി എല്ലാ കണ്ണുകളും വിവേകിൻ്റെ മുന്നിലെ ആ വലിയ മോണിറ്ററിലാണ്. വിവേക് ജോയ്സ്റ്റിക്ക് പതുക്കെ മുന്നോട്ട് നീക്കി. റോബോട്ടിൻ്റെ പ്രൊപ്പല്ലറുകൾ കറങ്ങാൻ തുടങ്ങി. ഒരു ചെറിയ ശബ്ദത്തോടെ അതാ ഇരുണ്ട കയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി. മോണിറ്ററിൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ കയത്തിൻ്റെ അടിയിലെ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. വെള്ളത്തിന് നല്ല തെളിച്ചമുണ്ടായിരുന്നെങ്കിലും വെളിച്ചം കടക്കാത്തത് കൊണ്ട് വലിയൊരു ഇരുട്ട് അവിടെ തളം കെട്ടി കിടന്നിരുന്നു. റോബോട്ടിൻ്റെ ലൈറ്റുകൾ ആ ഇരുട്ടിനെ കീറി മുറിച്ച് മുന്നോട്ട് പോയി. 10 മീറ്റർ 20 മീറ്ററുകൾ താഴേക്ക് പോകുന്തോറും ചുറ്റുമുള്ള പാറക്കെട്ടുകളുടെയും വള്ളികളുടെയും ദൃശ്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ഇതിന് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ താഴ്ചയുണ്ട് ജോജി. മോട്ടറിലെ സെൻസറുകളിലേക്ക് നോക്കിക്കൊണ്ട് വിവേക് പറഞ്ഞു. ഇപ്പോൾ തന്നെ 30 മീറ്റർ താഴെയായി. പക്ഷെ അടിത്തട്ട് ഇതുവരെ സോണാറിൽ കാണിക്കുന്നില്ല. സുപ്രു തൻ്റെ കയ്യിലെ EMF മീറ്ററിലേക്ക് നോക്കി. ഇവിടെ നമ്മൾ സേഫാണ് ജോജിയേട്ടാ. മീറ്റർ വ്യതിയാനങ്ങളൊന്നുമില്ല. പക്ഷേ ആ വെള്ളത്തിന് മുകളിൽ വലിയൊരു നെഗറ്റീവ് എനർജി ഫീൽഡ് ഉള്ളതായി സെൻസറുകൾ കാണിക്കുന്നുണ്ട്. റോബോട്ട് വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. 50 മീറ്റർ പിന്നിട്ടപ്പോൾ പെട്ടെന്ന് സ്ക്രീനിലെ ദൃശ്യങ്ങൾക്ക് ചെറിയൊരു മാറ്റം വന്നു. വെള്ളത്തിൻ്റെ നിറം കൂടുതൽ കറുത്തതായി മാറുന്നതുപോലെ. ടെമ്പറേച്ചർ പെട്ടെന്ന് ഡ്രോപ്പാകുന്നുണ്ട്. വിവേക് മുന്നറിയിപ്പ് നൽകി. റോബോട്ടിൻ്റെ പുറത്തെ താപനില -ഡിഗ്രിയിലേക്ക് പോവുകയാണ്. സാധാരണ ഈ ആഴത്തിൽ ഇത്രയും തണുപ്പ് ഉണ്ടാകാൻ വഴിയില്ല. ജോജി സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കി. വിവേക്, ആ വലതുഭാഗത്തേക്ക് ക്യാമറ തിരിക്കാമോ? സോണാറിൽ അവിടെ വലിയൊരു വിടവ് കാണിക്കുന്നുണ്ട്. വിവേക് ജോയ്സ്റ്റിക്ക് വലതുവശത്തേക്ക് തിരിച്ചു. റോബോട്ടിൻ്റെ ലൈറ്റുകൾ ആ ഭാഗത്തേക്ക് പതിച്ചപ്പോൾ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചുപോയി. കയത്തിൻ്റെ അടിത്തട്ടിലെ വലിയ പാറക്കെട്ടുകൾക്കിടയിൽ അതിവിശാലമായ ഒരു ഗുഹാകവാടം. സാധാരണ പ്രകൃതിദത്തമായി ഉണ്ടായ ഗുഹയായിരുന്നില്ല അത്. കൃത്യമായി വെട്ടി ഉണ്ടാക്കിയതുപോലുള്ള കരിങ്കൽ തൂണുകൾ ആ ഗുഹയുടെ മുഖപ്പരപ്പിൽ ഉണ്ടായിരുന്നു. ഒരു അണ്ടർ വാട്ടർ കേവ്. വിവേക് അത്ഭുതത്തോടെ പറഞ്ഞു. ഇത്രയും ആഴത്തിൽ ഇങ്ങനൊരു നിർമ്മിതി എങ്ങനെ വന്നു? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശവം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണെന്നല്ലേ കാരണവർമ്മ പറഞ്ഞത്? ആ കുട്ടികൾ ഈ ഗുഹയ്ക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉള്ളിലേക്ക് വിടൂ വിവേക്. ജോജിയുടെ ശബ്ദത്തിൽ ആവേശവും ഒപ്പം ഭയവും ഉണ്ടായിരുന്നു. റോബോട്ട് പതുക്കെ ആ ഗുഹാകവാടം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. കൂരിട്ട് നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ റോബോട്ടിലെ വെളിച്ചം തട്ടി പ്രതിഫലിച്ചപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞ കാഴ്ച കണ്ട് 4 പേരുടെയും രക്തം മരവിച്ചുപോയി. ആധുനിക ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്ക് പോലും ഉത്തരം നൽകാൻ കഴിയാത്ത അതിഭയാനകമായ ഒരു രഹസ്യമായിരുന്നു ആ ഗുഹയ്ക്കുള്ളിൽ അവരെ കാത്തിരുന്നത്. റോബോട്ട് പതുക്കെ ആ വലിയ കരിങ്കൽ തൂണുകൾക്കിടയിലൂടെ ഗുഹയുടെ മുഖപ്പ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു.
കൂരിട്ട് നിറഞ്ഞ ആ ഗുഹയ്ക്കുള്ളിൽ റോബോട്ടിലെ പവർഫുൾ LED വെളിച്ചം പതിഞ്ഞപ്പോൾ സ്ക്രീനിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ വിവേക് കസാരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പോയി. ഹോ മൈ ഗോഡ്, ഇത് അസാധ്യമാണ്. വിവേക് മോണിറ്ററിലേക്ക് തന്നെ ഉറ്റുനോക്കി അവിശ്വസനീയതയോടെ പറഞ്ഞു. എന്താണ് വിവേക്, എന്തു പറ്റി? ജോജിയും ദാസപ്പനും സുപ്രവും വേഗത്തിൽ സ്ക്രീനിനടുത്തേക്ക് വന്നു. സ്ക്രീനിലെ ദൃശ്യങ്ങൾ കണ്ട് അവരുടെ ശ്വാസം നിലച്ചുപോയി. ഗുഹയുടെ കുറച്ച് ഭാഗം വരെ മാത്രമേ കയത്തിലെ കറുത്ത വെള്ളമുള്ളൂ. അതിനപ്പുറം വെള്ളമില്ല. വലിയൊരു മാന്ത്രിക മതിൽ തീർത്തതുപോലെ വെള്ളം അവിടെ വെച്ച് പെട്ടെന്ന് അവസാനിക്കുകയാണ്. ഗുഹയ്ക്കുള്ളിലെ അതിശക്തമായ വായുമർദ്ദം ഒരു പരിച പോലെ നിന്ന് വെള്ളത്തെ പുറത്തേക്ക് തള്ളി നിർത്തുകയാണ്. കാരണം ഒരു തുള്ളി വെള്ളം പോലും ആ ഗുഹയുടെ ഉൾഭാഗത്തേക്ക് കടക്കുന്നില്ല. ഒരു വലിയ അണ്ടർ വാട്ടർ എയർ പാക്കറ്റ്, വിവേക് അത്ഭുതത്തോടെ വിവരിച്ചു. സാധാരണ കടലിനടിയിലുള്ള ചില ഗുഹകളിൽ ഇത്തരത്തിൽ വായു നിറഞ്ഞ അറകൾ ഉണ്ടാകാറുണ്ട്. ഗുഹയ്ക്കുള്ളിലെ വായുവിൻ്റെ മർദ്ദം വെള്ളത്തിൻ്റെ മർദ്ദത്തേക്കാൾ കൂടുതലാകുമ്പോൾ വെള്ളത്തിന് അകത്തേക്ക് കടക്കാൻ കഴിയില്ല. പക്ഷേ ഇത്രയും വലിയൊരു ഗുഹ, അതും ഇത്രയും ആഴത്തിൽ വെള്ളം കയറാത്ത രീതിയിൽ നിൽക്കുന്നത് ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത അത്ഭുതമാണ്. ജോജി സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കി. വിവേക്, റോബോട്ടിനെ പതുക്കെ ആ വായു അറയിലേക്ക് കയറ്റു. വിവേക് ജോയ്സ്റ്റിക്ക് പതുക്കെ പ്രവർത്തിച്ചു. വെള്ളത്തിൽ നിന്നും വായുവിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു കുലുക്കത്തോടെ റോബോട്ട് ആ അതിർത്തി കടന്നു. ക്യാമറയുടെ ലെൻസിൽ പറ്റിപ്പിടിച്ച വെള്ളത്തുള്ളികൾക്കിടയിലൂടെ ആ ഗുഹയുടെ ഉൾഭാഗം ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കാണാമായിരുന്നു. റോബോട്ടിൻ്റെ പ്രൊപ്പല്ലറുകൾ കാറ്റിൽ കറങ്ങി അത് ഗുഹയുടെ തറനിരപ്പിൽ നിന്നും അല്പം ഉയർന്നു. ലൈറ്റുകൾ നാലുപാടും പതിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. അതൊരു ചെറിയ ഗുഹയായിരുന്നില്ല, അതിവിശാലമായ ഒരു ഭൂഗർഭ ലോകം പോലെ തന്നെയായിരുന്നു അത്. മുകളിൽ നിന്നും താഴേക്ക് വളർന്നു നിൽക്കുന്ന ഭീമാകാരമായ ചുണ്ണാമ്പ് കല്ലുകൾ, വായുസഞ്ചാരം ഉള്ളതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിക്കിടക്കുന്ന നിലം, ഭിത്തികളിൽ കൊത്തിവെച്ചിരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില വിചിത്രമായ അടയാളങ്ങൾ. അപ്പോൾ ഭൂമിക്കടിയിലായി മറ്റൊരു ലോകമോ? ജോജി അമ്പരപ്പോടെ ചോദിച്ചു. ഇത്രയും കാലം ഈ വലിയ സത്യം ആ കറുത്ത വെള്ളത്തിനടിയിൽ ആരും അറിയാതെ ഒളിഞ്ഞു കിടക്കുകയായിരുന്നില്ലേ? ജോജിയേട്ടാ, താഴെ ആ മണ്ണിലേക്കൊന്ന് നോക്കിയേ. പെട്ടെന്ന് ദാസപ്പൻ ആ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് തിരിഞ്ഞു. റോബോട്ടിൻ്റെ വെളിച്ചം വീണ ആ ഉണങ്ങിയ മണ്ണിൽ വളരെ വ്യക്തമായ ചില അടയാളങ്ങളുണ്ടായിരുന്നു. കാൽപ്പാടുകൾ, അതും മനുഷ്യരുടെ കാൽപ്പാടുകൾ. 3 വ്യത്യസ്തമായ അളവുകളിലുള്ള പുതിയ കാൽപ്പാടുകളാണ് ആ ഗുഹയുടെ തറയിൽ പതിഞ്ഞിരിക്കുന്നത്. ഗുഹയുടെ ഉൾഭാഗത്ത് ഇരുട്ടിലേക്ക് നടന്നുപോയ രീതിയിലായിരുന്നു അതാ കുട്ടികളുടെ കാൽപ്പാടുകളാണ് ജോജിയേട്ടാ. സുപ്രുവിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സുമിത്തും രാഹുലും അപ്പവും അവർ മരിച്ചിട്ടില്ല. ആ ജലപിശാച് അവരെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയല്ല ചെയ്തത്, പകരം ഈ ഭൂഗർഭ ലോകത്തേക്ക് ജീവനോടെ കൊണ്ടുവന്നിരിക്കുകയാണ്. സന്തോഷവും അതേസമയം വലിയൊരു ഭയവും അവർക്കിടയിൽ നിറഞ്ഞു. കുട്ടികൾ ജീവനോടെ ഉണ്ട് എന്ന വലിയൊരു ആശ്വാസം ഒരു ഭാഗത്ത്, എന്നാൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഇത്രയും ഭയാനകമായ ഒരു സ്ഥലത്ത് അജ്ഞാതമായ ഏതോ വലിയ ശക്തിയുടെ തടവറയിലാണ് അവരുള്ളത് എന്ന സത്യം മറുഭാഗത്ത്. വിവേക്, റോബോട്ടിനെ ആ കാൽപ്പാടുകൾക്ക് പിന്നാലെ കൊണ്ടുപോകൂ. അവർ എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. ജോജി നിർദ്ദേശം നൽകി. വിവേക് ജോയ്സ്റ്റിക്ക് മുന്നോട്ടനക്കി. അവിചിത്രമായ ഭൂഗർഭ ലോകത്തിൽ കൂടുതൽ ആഴങ്ങളിലേക്ക്. ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ആ അത്യാധുനിക മനുഷ്യൻ പറന്നു നീങ്ങി. തങ്ങളെ കാത്തിരിക്കുന്ന ആ വലിയ ശക്തിയുടെ യഥാർത്ഥ മുഖം കാണാനായി സ്ക്രീനിൽ കണ്ണും നട്ട് ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു ഗോസ്റ്റ് ഹണ്ടേഴ്സ്. കാൽപ്പാടുകളെ കൃത്യമായി പിന്തുടർന്ന് വിവേകിൻ്റെ അണ്ടർ വാട്ടർ റോബോട്ട് ആ ഭൂഗർഭത്തിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. മോണിറ്ററിന് മുന്നിൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു ജോജിയും സംഘവും. ഗുഹയുടെ ഭിത്തികളിൽ കൊത്തിവെച്ചിരിക്കുന്ന വിചിത്രമായ രൂപങ്ങളും മുന്നിൽ നിന്നും വീഴുന്ന എന്തോ കറുത്ത ദ്രാവകവും സ്ക്രീനിൽ അവർക്ക് വ്യക്തമായി കാണാമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യവാസം ഉണ്ടായിരുന്ന ഏതോ ഒരു രഹസ്യ സങ്കേതമാണിത് ജോജി. പക്ഷേ ഈ കാൽപ്പാടുകൾ നേരെ പോകുന്നത് ഗുഹയുടെ ഇരുണ്ട ഭാഗത്തേക്കാണ്. വിവേക് ജോയ്സ്റ്റിക്കിൽ വിരൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് വിവേകിൻ്റെ കൺസോളിൽ വാണിംഗ് അലാറം മുഴങ്ങാൻ തുടങ്ങി. എന്തുപറ്റി വിവേക്? ജോജി ആകാംക്ഷയോടെ ചോദിച്ചു. റോബോട്ടിൻ്റെ സെൻസറുകൾക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് ജോജി. മാഗ്നറ്റിക് ഫീൽഡ് അസാധാരണമാം വിധം ഉയരുന്നു. ക്യാമറയുടെ സിഗ്നലുകളിൽ വലിയ ഇൻ്റർഫറൻസ് വരുന്നുണ്ട്. വിവേക് വേഗത്തിൽ ലാപ്ടോപ്പിലെ കമാൻഡുകൾ ടൈപ്പ് ചെയ്തു. മോണിറ്ററിലെ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ പെട്ടെന്ന് ചെറിയ കുത്തുകളും വരകളും വീഴാൻ തുടങ്ങി. ദൃശ്യങ്ങൾ ഇടയ്ക്കിടെ മങ്ങിക്കൊണ്ടിരിക്കുന്നു. റോബോട്ടിലെ പവർഫുൾ ലൈറ്റുകൾ അകാരണമായി മിന്നിമറയാൻ തുടങ്ങി. ജോജിയേട്ടാ, ആ സ്ക്രീനിൻ്റെ നടുവിലേക്ക് ഒന്ന് നോക്കിയേ, സുപ്രു ഭയത്തോടെ വിളിച്ചു പറഞ്ഞു. ക്യാമറയുടെ വെളിച്ചം ചെന്നെത്തുന്ന ആ ഗുഹയുടെ ഏറ്റവും അവസാനത്തിൽ ആ ഇരുട്ടിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഭയാനകമായ ഒരു കറുത്ത നിഴൽ രൂപം നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കയത്തിന് മുകളിൽ വെച്ച് ജോജിയെ മയക്കിയ അതേ രൂപം. മനുഷ്യൻ്റെ ആകൃതി കൊണ്ടെങ്കിലും അതിന് വ്യക്തമായ ഒരു മുഖമോ ശരീരമോ ഉണ്ടായിരുന്നില്ല. വെളിച്ചം പോലും വലിച്ചെടുക്കുന്ന വലിയൊരു ഇരുണ്ട ഗർത്തം പോലെയാണ് അത് നിന്നിരുന്നത്. അതാണ് ജലപിശാച്.
ദാസപ്പൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ വലിയ നിഴൽ രൂപം റോബോട്ടിന് നേരെ വായുവിലൂടെ ഒഴുകി വരാൻ തുടങ്ങി. അത് അടുത്തേക്ക് വരുംതോറും ക്യാമറയുടെ ദൃശ്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. സ്ക്രീനിൽ മരവിപ്പിക്കുന്ന ആ രൂപം വലുതായി വരുന്നത് കണ്ട് വിവേക് ജോയ്സ്റ്റിക്ക് പിന്നിലേക്ക് വലിച്ചു. ഞാൻ മെഷീൻ പുറത്തേക്ക് എടുക്കുകയാണ് ജോജി, ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, വിവേക് അലറി. പക്ഷേ വൈകിപ്പോയിരുന്നു. ആ രൂപം അവിശ്വസനീയമായ വേഗത്തിൽ ക്യാമറയുടെ തൊട്ടു മുന്നിലേക്ക് പാഞ്ഞെടുത്തു. അടുത്ത നിമിഷം ഭൂഗർഭ ഗുഹയ്ക്കുള്ളിൽ നിന്നും അതിഭയാനകമായ വലിയൊരു അലർച്ച റോബോട്ടിൻ്റെ മൈക്കിലൂടെ മുകളിലത്തെ സ്പീക്കറിലേക്ക് മുഴങ്ങി. ആ ശബ്ദത്തിൽ അവരുടെ ചെവികൾ അടഞ്ഞുപോയി. തുടർന്ന് വലിയൊരു സ്ഫോടനം നടക്കുന്ന പോലുള്ളൊരു ശബ്ദം. അതിശക്തമായ എന്തോ ഒന്ന് ആ ലോഹനിർമ്മിതമായ റോബോട്ടിൽ ആഞ്ഞിടിച്ചു. പാറക്കെട്ടിൽ വിവേകിനെ കൺസോളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കട്ടിയുള്ള ഫൈബർ ഒപ്റ്റിക് കേബിൾ പെട്ടെന്ന് ശക്തിയോടെ വെള്ളത്തിലേക്ക് വലിക്കപ്പെട്ടു. കേബിൾ വലിക്കുന്ന ശക്തിയിൽ വിവേകിൻ്റെ ലാപ്ടോപ്പും കേബിളും താഴേക്ക് വീഴാൻ പോയി. ദാസപ്പൻ ഓടിച്ചെന്ന് കേബിളിൽ പിടിച്ചു നിർത്തി. വലിയൊരു ശബ്ദത്തോടെ ആ ഫൈബർ കേബിൾ പൊട്ടിത്തെറിച്ചു. അതേ നിമിഷം മോണിറ്റർ സ്ക്രീൻ പൂർണ്ണമായും പണിമുടക്കി. ദൃശ്യങ്ങളെല്ലാം മാഞ്ഞുപോയി. അവിടെ വെറും വെളുത്ത കുത്തുകൾ മാത്രം ബാക്കിയായി. സ്ക്രീനിൻ്റെ നടുവിൽ ചുവന്ന അക്ഷരത്തിൽ വലിയൊരു വാണിംഗ് തെളിഞ്ഞു വന്നു. സിഗ്നൽ ലോസ്റ്റ്, കണക്ഷൻ ഡിസ്കണക്റ്റഡ്. പാറക്കെട്ടിന് മുകളിൽ വലിയൊരു നിശബ്ദത തളം കെട്ടി നിന്നു. വിവേക് തൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് തറയിലേക്ക് ഇരുന്നു പോയി. എൻ്റെ ഏറ്റവും കരുത്തുള്ള റോബോട്ടായിരുന്നു ജോജി അത്. വലിയൊരു സ്രാവ് കടിച്ചാൽ പോലും തകരാത്ത ആവരണമായിരുന്നു അതിന്. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ശക്തി അതിനെ തകർത്ത് കളഞ്ഞു. സാങ്കേതിക വിദ്യയും ശാസ്ത്രവും അദൃശ്യ ശക്തിക്ക് മുന്നിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ജോജിക്ക് മനസ്സിലായി. ആ ഇരുണ്ട രൂപത്തിൽ തങ്ങളെ കാണാൻ കഴിയുമെന്നും തങ്ങൾ ഞങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി എന്തു ചെയ്യും ജോജി ഏട്ടാ? സുപ്രു നിരാശയോടെ ചോദിച്ചു. നമുക്ക് ഏക വഴിയായിരുന്നു ആ ക്യാമറ. ഇപ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ യാതൊരു മാർഗവുമില്ല. ജോജി ആ ഇരുണ്ട കയത്തിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി. അവൻ്റെ കണ്ണുകളിൽ ഭയത്തിന് പകരം വല്ലാത്തൊരു ദൃഢനിശ്ചയമായിരുന്നു ഉണ്ടായിരുന്നത്. വഴി അടഞ്ഞിട്ടില്ല സുപ്രു. ആ കുട്ടികൾ ഗുഹയ്ക്കുള്ളിൽ ജീവനോടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. മിഷൻ പരാജയപ്പെടുന്നിടത്ത് മനുഷ്യൻ നേരിട്ടിറങ്ങണം. നാളെ വെള്ളത്തിനടിയിലൂടെ ആ വായു നിറഞ്ഞ ഗുഹയിലേക്ക് ഞാൻ പോകും. ആ കുട്ടികളെ ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കും. ജോജിയുടെ ആ പ്രഖ്യാപനം കേട്ട് ദാസപ്പനും സുപ്രുവും വിവേകും ഞെട്ടിത്തരിച്ചുപോയി. മരണത്തിലേക്ക് സ്വയം നടന്നെടുക്കുന്ന ജോജിയുടെ ആ വലിയ തീരുമാനത്തിന് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ അവർ നിശബ്ദരായി നിന്നു. വിലപിടിച്ച തൻ്റെ റോബോട്ട് തകർന്നതിൻ്റെ വലിയ നിരാശയിലായിരുന്നു വിവേക്. ജീവൻ പണയപ്പെടുത്തി ഇത്രയേറെ മുന്നേറിയിട്ടും ആ കയത്തിലെ ഇരുണ്ട ശക്തിക്ക് മുന്നിൽ തങ്ങൾ പരാജയപ്പെട്ടല്ലോ എന്നോർത്ത് ദാസപ്പനും സുപ്രുവും തലകുനിച്ചിരുന്നു. എന്നാൽ ജോജി അപ്പോഴും പരാജയം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. മറ്റുള്ളവർ വിശ്രമിക്കുമ്പോഴും റോബോട്ടിൻ്റെ സിഗ്നൽ കട്ടാകുന്നതിന് തൊട്ടു മുമ്പ് ക്ലൗഡിലേക്ക് സേവ് ചെയ്യപ്പെട്ട അവസാന ദൃശ്യങ്ങൾ ലാപ്ടോപ്പിൽ സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു ജോജി. ഇരുട്ടിലേക്ക് പാഞ്ഞെടുക്കുന്ന ആ രൂപത്തേക്കാൾ അവൻ്റെ കണ്ണുകൾ പരതിയത് ആ ഭൂഗർഭ ഗുഹയുടെ ഭിത്തികളിലായിരുന്നു. വീഡിയോ പലതവണ റിവൈൻഡ് ചെയ്ത് ജോജി പെട്ടെന്ന് ഒരു ഫ്രെയിമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഗുഹയുടെ ഒരു വശത്തെ വലിയ കരിങ്കൽ ഭിത്തിയുടെ ദൃശ്യമായിരുന്നു അത്. അതിലെന്തൊക്കെയോ വരകളും അടയാളങ്ങളും വ്യക്തമായി കാണാമായിരുന്നു. അത് പ്രകൃതിദത്തമായി ഉണ്ടായതല്ലെന്ന് ജോജിക്ക് ഉറപ്പായിരുന്നു. ഉടൻ തന്നെ ആ ഫ്രെയിം കട്ട് ചെയ്ത് ജോജി തൻ്റെ ലാപ്ടോപ്പിലെ അത്യാധുനിക ഇമേജ് എൻഹാൻസ്മെൻറ്റ് സോഫ്റ്റ്വെയറിലേക്ക് മാറ്റി. സ്ക്രീനിലെ ഇരുട്ടും മങ്ങലും മാറി. അടയാളങ്ങളെ അവൻ കൃത്യമായി വേർതിരിച്ചെടുത്തു. അതൊരു സാധാരണ കൊത്തുപണിയായിരുന്നില്ല. വരിവരിയായി എഴുതി വച്ചിരിക്കുന്ന ഏതോ അജ്ഞാതമായ അക്ഷരങ്ങളായിരുന്നു. ആ ലിപികൾ സ്കാൻ ചെയ്ത് ഗ്ലോബൽ ആർക്കൈവ് ഡേറ്റാബേസുമായി കണക്ട് ചെയ്ത് ഡീകോഡ് ചെയ്യാൻ ജോജി കമാൻഡ് നൽകി. സിസ്റ്റം ലോകമെമ്പാടുമുള്ള പുരാതന ഭാഷകളുമായി അത് ഒത്തുനോക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ തെളിഞ്ഞ റിസൾട്ട് കണ്ട് ജോജിയുടെ നെഞ്ചിടിപ്പ് നിന്നുപോയി. അവൻ്റെ മുഖത്ത് വലിയൊരു ഞെട്ടലും ഒപ്പം അവിശ്വസനീയതയും വന്നു നിറഞ്ഞു. ലോകം ഇന്നുവരെ അറിയാത്ത വലിയൊരു രഹസ്യത്തിലേക്കാണ് ആ ഡീകോഡിംഗ് റിസൾട്ട് വിരൽ ചൂണ്ടിയത്. വിവേക്, ദാസപ്പ, സുപ്രു, വേഗം ഇങ്ങോട്ട് വാടാ, ജോജി വലിയ ശബ്ദത്തിൽ വിളിച്ചു. അവൻ്റെ വിളിയിലെ അസാധാരണത്വം കണ്ട് മൂവരും ഓടിയെത്തി. എന്താ ജോജിയേട്ടാ, വല്ലതും കണ്ടുപിടിച്ചോ? ദാസപ്പൻ ആകാംക്ഷയോട് ചോദിച്ചു. ജോജി ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി. ഗെയ്സ്, ഈ ഭിത്തികളിൽ കൊത്തിവെച്ചിരിക്കുന്നത് വെറും അടയാളങ്ങളല്ല, ഇതൊരു ഭാഷയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈജിപ്ഷ്യൻ ലിപികൾ. കൃത്യമായി പറഞ്ഞാൽ പുരാതന ഈജിപ്ഷ്യൻ ഫറവോകളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ വലിയ മന്ത്രവാദികൾ ഉപയോഗിച്ചിരുന്ന അതിശക്തമായ ഹൈറോഫ്ലിക് അക്ഷരങ്ങൾ. ഈജിപ്ഷ്യൻ ലിപിയോ? അതെങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ ഉൾക്കാട്ടിൽ വരും? വിവേക് അമ്പരത്തോടെ ചോദിച്ചു. സുപ്രുവിനും ദാസപ്പനും അതൊരു വലിയ പ്രഹേളികയായി തോന്നി. അതിന് കൃത്യമായി ചരിത്രമുണ്ട് വിവേക്, ജോജി വളരെ ഗൗരവത്തിൽ വിശദീകരിക്കാൻ തുടങ്ങി. 15ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ കേരളവും ഈജിപ്തുമായി വലിയൊരു സുഗന്ധവ്യഞ്ജന വ്യാപാരങ്ങൾ നടത്തിയിരുന്നു. അന്നേതോ വലിയ കപ്പലുകളിൽ അവർ ഈ ഭീകര സ്വത്വത്തെയും കൊണ്ടുവന്നതാകാം. ഇതൊരു സാധാരണ ജലപിശാചോ ആത്മാവോ അല്ല.
നിയന്ത്രിക്കാൻ കഴിയാത്തത്ര നെഗറ്റീവ് എനർജിയുള്ള അങ്ങേയറ്റം അപകടകാരിയായ പുരാതനമായൊരു ദുഷ്ടശക്തിയാണിത്. ജോജി ഒന്ന് നിർത്തി സ്ക്രീനിലെ ആ കറുത്ത രൂപത്തിലേക്ക് നോക്കി. ഈജിപ്തിലെ മന്ത്രവാദികൾക്ക് പോലും ഇതിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം അവർ ഉപേക്ഷിക്കാൻ ഈ ഗുഹ കണ്ടെത്തിയത്. പിന്നീട് ആ ഗുഹയ്ക്ക് പുറത്തായി വെള്ളം നിറഞ്ഞതുമാകാം. ആ ഭിത്തികളിൽ അവർ എഴുതി വച്ചിരിക്കുന്നത് അതിനെ എന്നേക്കുമായി തളച്ചിടാനുള്ള അതിശക്തമായ മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങളുടെ വലിയ ഊർജ്ജവലയം ഉള്ളതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ ശക്തിക്ക് ഈ ഗുഹ വിട്ട് പുറത്തേക്ക് വരാൻ കഴിയാത്തത്. ആ വലിയ സത്യം കേട്ടപ്പോൾ കൂട്ടുകാരുടെ രക്തം തണുത്തുറഞ്ഞു. തങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമുള്ള ഒരു പുരാതന രാക്ഷസനെയാണെന്നുള്ള സത്യം അവരെ ഭയപ്പെടുത്തി. അപ്പോൾ ജോജിയേട്ട, ആ ശക്തി എന്തിനാ നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? സുബ്രു ഭയത്തോടെ ചോദിച്ചു. ഇവിടെയാണ് ഈ അദൃശ്യതയുടെ തന്ത്രം കിടക്കുന്നത്. ജോജി ലാപ്ടോപ്പ് അടച്ചു വെച്ചു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ഭിത്തിയിലെ മന്ത്രങ്ങളുടെ ശക്തി പതുക്കെ കുറഞ്ഞു തുടങ്ങി. തൻ്റെ ചുറ്റുമുള്ള ഈ വലിയ തടവറ പൊളിക്കാൻ അതിന് മനുഷ്യരുടെ ഊർജം ആവശ്യമാണ്. ജീവനുള്ള ചോരയുടെ ഊർജം. അത് സ്വയം പുറത്തു വരാൻ കഴിയാത്തതുകൊണ്ട് കാഴ്ചകൾ കാണിച്ച് മനുഷ്യരെ അതിൻ്റെ മടയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ കുട്ടികളിപ്പോൾ ആ പിശാചിൻ്റെ ബലിയാടുകളായി ആ ഗുഹയ്ക്കുള്ളിലുണ്ട്. ആ മന്ത്രക്കെട്ടുകൾ പൂർണ്ണമായും പൊട്ടുന്നതിന് മുമ്പ് അവരെ നമുക്ക് രക്ഷിക്കണം. ഇത് മരണത്തിലേക്കുള്ള പോക്കാണ് ജോജി. ഇത്രയും വലിയൊരു പുരാതന ശക്തിയെ നേരിടാൻ നിനക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. വിവേക് ജോജിയുടെ തോളിൽ പിടിച്ചു. എനിക്കറിയാം വിവേക്. ജോജിയുടെ കണ്ണുകളിൽ ഒരു പോരാളിയുടെ വീര്യമുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികൾക്ക് വേണ്ടി അവിടെ പോകാൻ എന്നെ കൊണ്ടേ കഴിയൂ. ഫറവോയുടെ കാലത്തെ ഈ ഇരുണ്ട ശക്തിക്ക് മുന്നിൽ നമ്മുടെ ആധുനിക ശാസ്ത്രം തോറ്റിരിക്കാം. പക്ഷേ ഈ ഗോസ്റ്റ് കണ്ടേഴ്സ് തോറ്റിട്ടില്ല. നാളെ ആ ഗുഹയിലേക്ക് ഞാൻ പോകും. അത്യാധുനിക ഉപകരണങ്ങളുടെയും സന്നാഹങ്ങളുടെയും പിൻബലമില്ലാതെ നൂറ്റാണ്ടുകളുടെ ശാപം ഉറങ്ങുന്ന ആ ഈജിപ്ഷ്യൻ തലവറയിലേക്ക് ആ ഭീകര സ്വത്വത്തെ നേരിടാൻ ജോജി ഒറ്റയ്ക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. അന്ന് രാത്രി സുമിത്തിൻ്റെ വീട്ടിലെ വലിയൊരു മുറിയിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായ ഉറക്കമൊഴിച്ചിലും അലച്ചിലും കാരണം ദാസപ്പനും സുപ്രുവും വിവേകും കടുത്ത ക്ഷീണത്തിലായിരുന്നു. മുറിയിൽ പായ വിരിച്ച് കിടന്ന ഉടനെ തന്നെ അവർ മൂവരും ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു. എന്നാൽ ആ മുറിയുടെ ഒരു കോണിൽ മേശപ്പുറത്തിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ വെളിച്ചത്തിൽ ജോജി അപ്പോഴും ഉണർന്നിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈജിപ്തിലെ മന്ത്രവാദികൾ ഉപയോഗിച്ചിരുന്ന ആ വിചിത്രമായ ലിപികളെക്കുറിച്ചും അവർ തളച്ചിട്ട ആ ദുഷ്ടശക്തിയുടെ ദൗർബല്യങ്ങളെക്കുറിച്ചും ഇൻ്റർനെറ്റിലെ ഡാർക്ക് വെബുകളിലും ആർക്കൈവുകളിലുമായി അവൻ ആഴത്തിലുള്ള റിസർച്ചുകൾ നടത്തുകയായിരുന്നു. സമയം പുലർച്ചെ 3 മണി കഴിഞ്ഞിട്ടും ജോജി ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുത്തില്ല. ഇടയ്ക്കിടെ എന്തൊക്കെയോ കുറിപ്പുകൾ അവൻ ഡയറിയിലേക്ക് പകർത്തുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം പകലത്രയും ജോജി വലിയൊരു തയ്യാറെടുപ്പിലായിരുന്നു. തൻ്റെ വലിയ വാട്ടർ പ്രൂഫ് ബാക്ക് പാക്കിലേക്ക് അവൻ വളരെ ശ്രദ്ധയോടെ എന്തൊക്കെയോ സാധനങ്ങൾ ഭദ്രമായി അടുക്കി വെച്ചു. അത് ക്യാമറയോ EMM മീറ്ററുകളോ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ആയിരുന്നില്ല. താൻ നേരിടാൻ പോകുന്ന ആ അതിശക്തമായ ഊർജ്ജ വലയത്തിനു മുന്നിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പരാജയപ്പെടുമെന്ന് വിവേകിൻ്റെ റോബോട്ട് തകർന്നതോടെ ജോജിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിരുന്നു. ആ ബാഗിൽ ജോജി എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് ദാസപ്പനോ സുപ്രുവിനോ വിവേകിനോ ഒരു പിടിയും കിട്ടിയില്ല. പലതവണ ചോദിച്ചിട്ടും ജോജി അതൊരു രഹസ്യമായി തന്നെ സൂക്ഷിച്ചു. രാത്രി 10 മണിയോടെ അവർ വീണ്ടും ആ കൊടുങ്കാട്ടിലെ കയത്തിന് അരികിലെത്തി. അന്തരീക്ഷത്തിൽ അപ്പോഴും വലിയൊരു തണുപ്പും ഭയാനകമായ നിശബ്ദതയും തളം കെട്ടി നിന്നിരുന്നു. ജോജി തൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ തുടങ്ങി. വെള്ളത്തിനടിയിൽ അതിജീവിക്കാനുള്ള പ്രൊഫഷണൽ സ്കൂബ ഡൈവിംഗ് സ്യൂട്ട് അവൻ ധരിച്ചു. പുറകിലായി വലിയൊരു ഓക്സിജൻ സിലിണ്ടർ ഉറപ്പിച്ചു. മുഖത്ത് ഓക്സിജൻ മാസ്ക് വെച്ച് ശ്വാസോച്ഛ്വാസം കൃത്യമാണെന്ന് അവൻ ഉറപ്പുവരുത്തി. ഭാരമുള്ള ആ ബാക്ക് പാക്ക് ശരീരത്തോട് ചേർത്ത് വെച്ച് അവൻ മുറുക്കെ കെട്ടിവെച്ചു. ഇത്തവണ ആശയവിനിമയത്തിലുള്ള റേഡിയോ ഡിവൈസുകളോ സിഗ്നൽ കേബിളുകളോ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഇലക്ട്രോണിക് ഉപകരണം പോലും അവൻ കൂടെ കരുതിയിരുന്നില്ല. ഗുഹയ്ക്കുള്ളിലെ ആ ഭയാനകമായ കാന്തിക വലയത്തിൽ അതെല്ലാം വെറും പാഴ്വസ്തുക്കളായി മാറുമെന്ന് അവനറിയാം. ഇരുട്ടിൽ വഴി കാണാനായി ഒരു ചെറിയ കെമിക്കൽ ഗ്ലോ സ്റ്റിക്ക് മാത്രമാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്നത്. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ജോജിയുടെ അടുത്തേക്ക് ദാസപ്പനും സുപ്രുവും വന്നു. അവരുടെ മുഖത്ത് വലിയ ഭയവും സങ്കടവും നിഴലിച്ചിരുന്നു. ജീവൻ തിരികെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ആ യാത്രയിൽ നിന്നും ജോജിയെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ജോജിയേട്ടാ, സുപ്രുവിൻ്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. സൂക്ഷിക്കണം, ഞങ്ങൾ ഇവിടെ തന്നെ കാത്തു നിൽക്കും. ജോജിയേട്ടൻ ആ കുട്ടികളുമായി തിരികെ വരുന്നതും കാത്ത്. ജോജി അവരെ നോക്കി വളരെ ശാന്തമായൊന്ന് ചിരിച്ചു. എന്നിട്ട് ദാസപ്പൻ്റെയും സുപ്രുവിൻ്റെയും വിവേകിനെയും തോടി തട്ടിക്കൊണ്ട് പറഞ്ഞു, പേടിക്കരുത്, ഞാൻ പോയിട്ട് വരാം. ഒന്നുകിൽ ആ കുട്ടികളുമായി, അല്ലെങ്കിൽ ആ പുരാതന ശാപത്തിൻ്റെ അന്ത്യവുമായി. കൂടുതലൊന്നും സംസാരിക്കാതെ ജോജി പാറക്കെട്ടിൽ നിന്നും പതിയെ താഴേക്കിറങ്ങി. തൻ്റെ മുഖത്തെ ഓക്സിജൻ മാസ്ക് ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം ഒട്ടും മടിക്കാതെ ആ കറുത്ത വെള്ളത്തിലേക്ക് അവൻ ഓടിയിട്ടു. കയത്തിലെ നിശ്ചലമായിരുന്ന വെള്ളത്തിൽ ചെറിയൊരു ഓളമുണ്ടാക്കി.
ഒരൊറ്റ നിമിഷം കൊണ്ട് ജോജി കൂരിരുട്ടിലേക്ക് മറഞ്ഞു. ദാസപ്പനും കൂട്ടരും ടോർച്ച് വെളിച്ചത്തിൽ ആ വെള്ളത്തിലേക്ക് തന്നെ കണ്ണുന്നിട്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നു. വെള്ളത്തിനടിയിൽ ജോജിക്ക് കടുത്ത തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. എന്നാൽ തൻ്റെ ലക്ഷ്യം കൃത്യമായതിനാൽ അവൻ സർവ്വശക്തിയുമെടുത്ത് താഴേക്ക് നീങ്ങി. കയ്യിലുള്ള ഗ്ലോ സ്റ്റിക്കിൻ്റെ മങ്ങിയ പച്ച വെളിച്ചം ആ കറുത്ത വെള്ളത്തിൽ അവന് ചെറിയൊരു വഴികാട്ടിയായി. ഓക്സിജൻ മാസ്കിലൂടെ അവൻ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തു വിട്ടു. മീറ്ററുകൾ താഴേക്ക് നീന്തും തോറും ആ വെള്ളത്തിലെ നെഗറ്റീവ് എനർജി ഒരു മായിക വലയം പോലെ തന്നെ വരിഞ്ഞു മുറുക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ലക്ഷ്യം ആ വലിയ അണ്ടർ വാട്ടർ ഗുഹയാണ്. ആ കുട്ടികളെയും കാത്ത് നൂറ്റാണ്ടുകളുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് മരണവും കാത്തിരുന്ന ആ വിചിത്രമായ തടവറ. സമയം പുലർച്ചെ 5 മണി കഴിഞ്ഞു. കിഴക്കൻ മരനിരകൾക്ക് മുകളിൽ സൂര്യൻ പതുക്കെ ഉണർന്നു തുടങ്ങിയിരുന്നു. എന്നാൽ കൊടുങ്കാറ്റിനുള്ളിൽ അപ്പോഴും കനത്ത ഇരുട്ടും മരവിപ്പിക്കുന്ന തണുപ്പും തന്നെയായിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി ആ കാട്ടിലിപ്പോൾ വല്ലാത്തൊരു ജീവനുണ്ടായിരുന്നു. രാത്രിയിലെ ഭയമെല്ലാം മാറ്റിവെച്ച് ആ ഗ്രാമം മുഴുവൻ ഇപ്പോൾ കയത്തിന് ചുറ്റും തമ്പടിച്ചിരിക്കുകയാണ്. സുമിത്തിൻ്റെയും അപ്പുവിൻ്റെയും രാഹുലിൻ്റെയും മാതാപിതാക്കളും രാമൻ നായരും ഉൾപ്പെടെ ഗ്രാമത്തിലെ കൊച്ചു കുട്ടികളൊഴികെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പലരുടെയും കയ്യിൽ വലിയ ടോർച്ചുകളും എമർജൻസി ലൈറ്റുകളും ചൂട്ടുകറ്റകളും എല്ലാം ഉണ്ടായിരുന്നു. ആ വെളിച്ചങ്ങളെല്ലാം ഒരേ ദിശയിലേക്കാണ് തിരിഞ്ഞിരുന്നത്. യാതൊരു അനക്കവുമില്ലാതെ മരണക്കിണർ പോലെ കിടക്കുന്ന ആ കറുത്ത വെള്ളത്തിലേക്ക്. തങ്ങളുടെ മക്കൾക്കും അവരുടെ ജീവൻ രക്ഷിക്കാൻ ഒറ്റയ്ക്ക് മരണത്തിലേക്ക് എടുത്തു ചാടിയ അപരിചിതനായ ചെറുപ്പക്കാരനും എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള വലിയൊരു ആകാംക്ഷയും പ്രാർത്ഥനയുമായിരുന്നു ആ ജനക്കൂട്ടത്തിൻ്റെ കണ്ണുകളിൽ. പക്ഷേ അവിടെ വലിയൊരു ശ്മശാനമുഖത തളം കെട്ടി നിന്നിരുന്നു. ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇലയിറങ്ങുന്ന ശബ്ദം കേട്ടാൽ പോലും എല്ലാവരും ഒന്നിച്ചു ഞെട്ടി വെള്ളത്തിലേക്ക് നോക്കും. കയത്തിന് മുകളിലുള്ള വലിയ പാറക്കെട്ടിൽ സുപ്രവും ദാസപ്പനും വിവേകും പ്രതിമകളെപ്പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ജോജി ആ വെള്ളത്തിലേക്ക് ഊളിയിട്ട് ഇപ്പോൾ 5 മണിക്കൂറിലേറെ ആയിരിക്കുന്നു. അത്രയും നേരം കണ്ണിച്ചുമ്മാതെ ആ വെള്ളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവർ. വിവേക് തന്നെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ ഭയം ഇരട്ടിച്ചിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ദാസപ്പൻ്റെ തോളിൽ പിടിച്ചു. ദാസപ്പ, ജോജിയുടെ പുറകിൽ കിട്ടിയിരുന്ന ആ ഓക്സിജൻ സിലിണ്ടർ പരമാവധി പോയാൽ 2 മണിക്കൂർ നേരത്തേക്കേ ഉള്ളൂ. ഇതിപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും അവൻ തിരികെ വന്നില്ലെങ്കിൽ ആ സിലിണ്ടറിലെ ഓക്സിജൻ എപ്പോഴേ തീർന്നിട്ടുണ്ടാകും. വിവേകിന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ട സുപ്രുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ല വിവേകേട്ടാ, നമ്മുടെ ജോജിയേട്ടന് ഒന്നും സംഭവിക്കില്ല. ആ സിലിണ്ടറിലെ കാറ്റ് തീർന്നാലും അവൻ ആ കുട്ടികളെയും കൊണ്ട് തിരിച്ചു വരും, എനിക്ക് ഉറപ്പാണ്. സുപ്രു കണ്ടത് തുടച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും അവരുടെ ഉള്ളിലെ പ്രതീക്ഷകൾ ഓരോ നിമിഷവും അണഞ്ഞുകൊണ്ടേയിരുന്നു. താഴെ നിന്ന് സുമിത്തിൻ്റെ അമ്മ 2 കൈകളും കൂപ്പി ആ കറുത്ത വെള്ളത്തിലേക്ക് നോക്കി നെഞ്ചുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നേരം പൂർണ്ണമായും പുലർന്നു. മരച്ചിലകൾക്കിടയിലൂടെ സൂര്യരശ്മികൾ പതുക്കെ കയത്തിലെ കറുത്ത വെള്ളത്തിലേക്ക് വീണു തുടങ്ങി. പ്രതീക്ഷ നശിച്ച് വലിയൊരു കരച്ചിലിനായി ആ ഗ്രാമം വായു തുറക്കാൻ തുടങ്ങിയ ആ നിമിഷം പെട്ടെന്ന് കാട്ടിലെ ചീവിടുകളുടെ ശബ്ദം പൂർണ്ണമായും നിലച്ചു. അന്തരീക്ഷത്തിലെ താപനില ഒറ്റയടിക്ക് കുറഞ്ഞു. കാറ്റില്ലാതെ തന്നെ ചുറ്റുമുള്ള വലിയ മരങ്ങൾ വല്ലാതെ ഉലയാൻ തുടങ്ങി. സെൻസറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയൊരു എനർജി ചേഞ്ച് വരുന്നുണ്ട്. വിവേക് തൻ്റെ കയ്യിലിരുന്ന മീറ്ററിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് ആ കയത്തിലേക്ക് നോക്കി. ഇതുവരെ ഒരു ഓളകൾ പോലും ഇല്ലാതെ നിശ്ചലമായി കിടന്നിരുന്ന ആ വലിയ കയത്തിന് നടുവിലായി വെള്ളത്തിൽ പെട്ടെന്ന് കുമിളകൾ രൂപപ്പെടാൻ തുടങ്ങി. തിളയ്ക്കുന്ന വെള്ളം പോലെ ആ ഭാഗം വെട്ടിത്തിളച്ചു. കൂടി നിന്ന ഗ്രാമവാസികൾ ഭയത്തോടെ പുറകോട്ട് മാറി. ദാസപ്പനും സുപ്രവും വിവേകും പാറക്കെട്ടിൻ്റെ ഏറ്റവും അരികിലേക്ക് വന്നു നിന്നു. കുമിളകൾക്ക് പിന്നാലെ വെള്ളത്തിൽ വലിയൊരു ചുഴി രൂപപ്പെട്ടു. അദൃശ്യമായ ഗുഹയ്ക്കുള്ളിൽ നടന്ന അതിശക്തമായ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമെന്നോണം വെള്ളത്തിൻ്റെ നിറം കറുപ്പിൽ നിന്നും പതുക്കെ ഇരുണ്ട ചുവപ്പായി മാറുന്നത് അവർ ഞെട്ടലോടെ കണ്ടു. വെള്ളത്തിൽ നിന്നും ഭാരമുള്ള എന്തോ ഒന്ന് അതിവേഗം മുകളിലേക്ക് ഉയർന്നു വരികയാണ്. ആ ചുവന്ന വെള്ളത്തെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് വരുന്നത് കുട്ടികളാണോ, ജോജിയാണോ, അതോ നൂറ്റാണ്ടുകളുടെ പകയുമായി ആ പുരാതന രാക്ഷസനാണോ എന്ന് തിരിച്ചറിയാനാവാതെ ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ ആ ഗ്രാമം മുഴുവൻ ആ കാഴ്ചയ്ക്കായി കാത്തുനിന്നു. തിളച്ചു മറിയുന്ന ചുവന്ന വെള്ളത്തിലേക്ക് നോക്കി ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു എല്ലാവരും. പെട്ടെന്ന് ഭൂമിക്കടിയിൽ വലിയൊരു ബോംബ് പൊട്ടിയതുപോലെ ആ കൊടുങ്കാടിനെ ഒന്നാകെ നടുക്കിക്കൊണ്ട് വലിയൊരു സ്ഫോടന ശബ്ദം മുഴങ്ങി. ചെവികൾ അടഞ്ഞു പോകുന്ന ആ ഇരമ്പിനൊപ്പം വലിയൊരു സുനാമിത്തിര പോലെ ആ കയത്തിലെ വെള്ളം 10 അടിയോളം ഉയരത്തിൽ ഒന്നാകെ പൊട്ടിത്തെറിച്ചു. ഭയാനകമായ ഒരു അലർച്ചയോടെ ആ ചുവന്ന വെള്ളം കാറ്റിൽ 4 പാടും ചിതറിത്തെറിക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകളുടെ കാരാഗ്രഹം തകർന്ന് ആ പുരാതന പിശാച് പുറത്തു വരികയാണെന്ന് ഗ്രാമവാസികൾ ഉറപ്പിച്ചു. ഓടിക്കോ, ആ പിശാച് പുറത്തു വരുതേ! ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ആരോ പ്രാണഭയം കൊണ്ട് നിലവിളിച്ചു. അതോടെ അവിടെ വലിയൊരു കൂട്ടപ്പൊരിച്ചിലായി. ജീവൻ രക്ഷിക്കാനായി കാട്ടുചെടികളും മുള്ളുകളും വകഞ്ഞു മാറ്റി നാട്ടുകാർ ചിതറി ഓടാൻ തുടങ്ങി. വീടവരെ വലിച്ചെഴുന്നേപ്പിച്ച് നിലവിളിച്ചുകൊണ്ട് ഗ്രാമവാസികൾ കാടിൻ്റെ പല ഭാഗത്തേക്കായി ചിതറി ഓടി. അക്ഷരാർത്ഥത്തിൽ ആ കാട് അപ്പോൾ വലിയൊരു ഭയത്തിൻ്റെ പിടിയിലായിരുന്നു.
എന്നാൽ സുരക്ഷിതമായ ആ പാറക്കെട്ടിന് മുകളിൽ തമ്പടിച്ചിരുന്ന സുപ്രവും ദാസപ്പനും വിവേകും ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറിയില്ല. അവരുടെ ശരീരമാകെ ആ ചുവന്ന വെള്ളം തെറിച്ചു വീണിരുന്നു. എന്നിട്ടും ഭയന്ന് കണ്ണുകളടയ്ക്കാൻ അവർ തയ്യാറായില്ല. സുപ്രു തന്നെ കണ്ണുകൾ വിടർത്തി ആ വലിയ ജലസ്തംഭത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ആർത്തലച്ച് പെയ്യുന്ന വെള്ളത്തുള്ളികൾക്കും മൂടൽമഞ്ഞിനും ഇടയിലൂടെ ആ ജലപ്പരപ്പിന് മുകളിലൂടെ വായുവിലേക്ക് തെറിച്ചു വരുന്ന ചില രൂപങ്ങളെ സുപ്രു കണ്ടു. പുരാതനമായ ആ ഭീകര സ്വത്വമായിരുന്നില്ല അത്, മറിച്ച് മനുഷ്യരൂപങ്ങൾ. ദാസപ്പാ, വേഗട്ടാ, അങ്ങോട്ട് നോക്ക്. സുപ്രു ആവേശത്തോടെയും അവിശ്വസനീയതയോടെയും താഴേക്ക് വിരൽ ചൂണ്ടി. അതൊരു അത്ഭുതമായിരുന്നു. കയത്തിലെ ഭയാനകമായ ആ സ്ഫോടനത്തിന്റെ അതിശക്തമായ തള്ളലിൽ വെള്ളത്തിന്റെ മുകളിലൂടെ വായുവിലേക്ക് തെറിച്ചു വീഴുന്നത് അവർക്ക് വളരെ പരിചിതമായ മുഖങ്ങളായിരുന്നു. ആദ്യം തെറിച്ചു വീണത് സുമിത്തും അപ്പുവും രാഹുലുമായിരുന്നു. ജീവനില്ലാത്തതുപോലെ അവർ മൂവരും വായുവിലൂടെ പാറി കയത്തിന്റെ കരയിലുള്ള വലിയ ചെളിക്കുഴിയിലേക്ക് വീണു. അവർക്ക് തൊട്ടു പിന്നാലെ കറുത്ത ഡൈവിംഗ് സ്യൂട്ട് ധരിച്ച് ജോജിയും ആ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണു. ജോജിയുടെ പുറകിലുണ്ടായിരുന്ന ഓക്സിജൻ സിലിണ്ടർ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അവന്റെ മാസ്ക് എങ്ങോട്ടോ തെറിച്ചു പോയിരിക്കുന്നു. ജോജിയേട്ടൻ, നമ്മുടെ ജോജിയേട്ടൻ മക്കളെയും കൊണ്ട് തിരിച്ചു വന്നടാ. ദാസപ്പൻ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. ഒട്ടും സമയം കളയാതെ സുപ്രവും ദാസപ്പനും വിവേകും ആ പാറക്കെട്ടിൽ നിന്നും താഴേക്ക് കുതിച്ചു. ജീവനുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ആ ചെളിയിൽ പുറഞ്ഞു കിടന്നിരുന്ന തങ്ങളുടെ നേതാവിനെയും ആ 3 കുട്ടികളുടെയും അടുത്തേക്ക് അവർ ഓടിയെത്തി. സുപ്രു ജോജിയെ കോരിയെടുത്ത് മടിയിൽ വെച്ചു. ജോജിയേട്ടാ, കണ്ണു തുറക്കു ജോജിയേട്ടാ. ജോജി പതുക്കെ കണ്ണു തുറന്നു. അവൻ കഠിനമായി ചുവച്ചുകൊണ്ട് വായിൽ നിന്നും കുറച്ചു വെള്ളം പുറത്തേക്ക് തുപ്പി. അവശനെങ്കിലും അവൻ്റെ മുഖത്ത് വലിയൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു. സുപ്രു, ആ കുട്ടികളെ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നോക്ക്, ജോജി കിതച്ചുകൊണ്ട് പറഞ്ഞു. ദാസപ്പനും വിവേകം വേഗത്തിൽ കുട്ടികളെ നെഞ്ചിലമർത്തി പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. നിമിഷങ്ങൾക്കകം സുമിത്തും അപ്പുവും രാഹുലും ചുമച്ചുകൊണ്ട് വെള്ളം ഛർദ്ദിച്ചു. ബോധം തെളിഞ്ഞ അവർ ഭയത്തോടെ ചുറ്റും നോക്കി. തങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ഉറപ്പുവരുത്തി വലിയ ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. കുട്ടികളുടെ കരച്ചിൽ കേട്ടാണ് പ്രാണഭയത്തോടെ കാട്ടിലൂടെ ഓടിയിരുന്ന നാട്ടുകാർ തിരിഞ്ഞു നോക്കിയത്. തങ്ങളുടെ മക്കൾ ജീവനോട് തിരിച്ചു വന്നത് കണ്ട സുമിത്തിൻ്റെയും അപ്പുവിൻ്റെയും രാഹുലിൻ്റെയും അമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ കരികിലേക്ക് ഓടിയെത്തി. അവർ മക്കളെ വാരിപ്പിടർന്നു. ആ മുത്തങ്ങൾക്കും സന്തോഷങ്ങൾക്കുമിടയിൽ ആ കൊടുങ്കാട്ടിലെ ഭയം അലിഞ്ഞ് ഇല്ലാതാവുകയായിരുന്നു. പെട്ടെന്ന് സുമിത്ത് ഓടി വന്ന് ജോജിയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സാറില്ലായിരുന്നെങ്കിൽ ആ ഗുഹയ്ക്കുള്ളിലെ ഇരുട്ടിൽ ഞങ്ങൾ മരിച്ചു പോയേനെ. ആ വലിയ രൂപം ഞങ്ങളെ... സുമിത്തിന് മുഴുവനായി പറയാൻ കഴിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞു മോനെ, ഇനി ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. ജോജി അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി നെറ്റിയിൽ തലോടി. ജോജിയേട്ടാ, ആ ഗുഹയിൽ എന്താ ഉണ്ടായത്? ജോജിയേട്ടൻ്റെ ബാഗിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വിവേക് ആകാംക്ഷയോടെ ചോദിച്ചു. നാട്ടുകാരും ആ വലിയ രഹസ്യമറിയാൻ ജോജിക്ക് ചുറ്റും കൂടി. ജോജി ആ കയത്തിലേക്ക് നോക്കി ദീർഘമായി വിശ്വസിച്ചു. അപ്പോഴും ആ വെള്ളത്തിൽ ചെറിയ കുമിളകൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ശാസ്ത്രത്തിനും യുക്തിക്കും അപ്പുറമുള്ള ഭൂമിക്കടിയിലെ ആ ഗുഹയിൽ നടന്ന മരണപ്പോരാട്ടത്തിൻ്റെ കഥ പറയാൻ ജോജി തയ്യാറെടുക്കുകയായിരുന്നു. ആ വലിയ കയത്തിൻ്റെ തീരത്ത് ഇപ്പോൾ വലിയ നിശബ്ദതയായിരുന്നു. നാട്ടുകാരും കൂട്ടുകാരും ശ്വാസം അടക്കി പിടിച്ച് ജോജിക്ക് ചുറ്റും നിന്നു. മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരികെ വന്നതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നിട്ടും ജോജി എല്ലാവരെയും നോക്കി വളരെ ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി. തലേദിവസം രാത്രി ഞാൻ ഉറങ്ങാതിരുന്നത് വെറുതെയല്ല ദാസപ്പ, ജോജി പറഞ്ഞു തുടങ്ങി. വിവേകിൻ്റെ റോബോട്ടിനെ ക്യാമറയിൽ പതിഞ്ഞ ആ ഈശ്വര ലിപികൾ വെറുമൊരു അടയാളമായിരുന്നില്ല. ആ പുരാതന ശക്തിയെ തളച്ചിടാനുള്ള മന്ത്രങ്ങളായിരുന്നു അത്. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് ആ മന്ത്രങ്ങളുടെ ശക്തി കുറഞ്ഞു വരികയായിരുന്നു. അതിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ, അതിൻ്റെ ശക്തി പൂർണ്ണമായും നിർവീര്യമാക്കാൻ പോകുന്ന മറുമന്ത്രങ്ങൾ കണ്ടെത്തുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ചില ഡാർക്ക് വെബ് സൈറ്റുകളിലെ ആർക്കൈവുകൾ വഴി ആ മറുമന്ത്രങ്ങൾ ഞാൻ കണ്ടെത്തി പഠിച്ചു. നാട്ടുകാർ വലിയൊരു അത്ഭുതത്തോടെ ജോജിയെ തന്നെ ഉറ്റുനോക്കി. വിവേക് ആകാംക്ഷയോടെ ചോദിച്ചു, എന്നിട്ട് ആ പിശാച് എന്തിനാ ജോജി ഇവരെ അവിടെ കൊല്ലാതെ പിടിച്ചു വെച്ചത്? ജോജി സുമിത്തിനെയും കൂട്ടുകാരെയും നോക്കി. അവിടെയാണ് ആ പുരാതന പിശാചിൻ്റെ ഏറ്റവും വലിയ ക്രൂരത ഒളിഞ്ഞു നിൽക്കുന്നത്. അത് മനുഷ്യരെ കൊന്നു തിന്നുകയല്ല, അതിൻ്റെ ലക്ഷ്യം മറിച്ച് മനുഷ്യരുടെ ജീവനും ആത്മാവും വലിച്ചെടുത്ത് അവരെ സ്വന്തം അടിമകളാക്കി മാറ്റുകയായിരുന്നു. ഭൂമിക്കടിയിലെ ആ വലിയ ഗുഹയിൽ തൻ്റെതായ ഒരു ഇരുണ്ട ലോകം സൃഷ്ടിക്കാനാണ് അത് ശ്രമിച്ചത്. അതിനുവേണ്ടിയാണ് തൻ്റെ മായശക്തി ഉപയോഗിച്ച് മനോഹര കാഴ്ചകൾ കാണിച്ച് മനുഷ്യരെ ആ വെള്ളത്തിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ ആ ഗുഹയിൽ അകപ്പെട്ടാൽ പിന്നെ അവർക്ക് സ്വന്തമായി ചിന്തകൾ ഉണ്ടാവില്ല. ആ പിശാചിൻ്റെ അജ്ഞാനുവർത്തികളായ വെറും അടിമകൾ മാത്രമായി അവർ മാറും. സുമിത്തിൻ്റെ അമ്മ ഭയത്തോടെ മകനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഞാൻ ആ വെള്ളത്തിനടിയിലൂടെ നീന്തി ആ ഗുഹയുടെ കവാടത്തിലെത്തുമ്പോൾ എൻ്റെ ഊർജം വലിച്ചെടുക്കാൻ ആ പിശാച് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജോജി തന്നെ പോരാട്ടം വിവരിച്ചു. ഞാൻ ആ ഗുഹയ്ക്കുള്ളിലെ വായുവറയിലേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഈ 3 കുട്ടികളും ജീവനുണ്ടെങ്കിലും യാതൊരു ബോധവുമില്ലാതെ കണ്ണുകൾ തുറന്ന് പ്രതിമകളെപ്പോലെ നിൽക്കുകയായിരുന്നു. അവരുടെ ജീവോർജം പതുക്കെ ആ പിശാച് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും ആ വലിയ കറുത്ത നിഴൽ രൂപം എൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു.
അപ്പോൾ ജോജിയേട്ടൻ്റെ ഭാഗ്യം എന്തായിരുന്നു? സുപ്രു ഇടയ്ക്ക് കയറി ചോദിച്ചു. ജോജി ഒന്ന് ചിരിച്ചു. ആ ഡാർക്ക് വെബിൽ നിന്ന് ഞാൻ പഠിച്ച മന്ത്രങ്ങൾ അവിടെ ചെന്ന് എനിക്ക് നേരിട്ട് ഉരുവിടാൻ കഴിയില്ലായിരുന്നു. കാരണം മനുഷ്യൻ്റെ ശബ്ദത്തേക്കാൾ വലിയൊരു ഊർജ്ജം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മറുമന്ത്രങ്ങൾ ഞാനൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ റെക്കോർഡ് ചെയ്ത് എൻ്റെ വാട്ടർ പ്രൂഫ് ബാക്ക് പാക്കിലുണ്ടായിരുന്ന അത്യുഗ്ര ശക്തിയുള്ള ഹൈ പവർ സ്പോണിക് സ്പീക്കറിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ആ പിശാച് എൻ്റെ നേർക്ക് പാഞ്ഞെടുത്തതും ഞാൻ ഫുൾ വോളിയത്തിൽ ആ സ്പീക്കർ ഓൺ ചെയ്തു. എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. ശാസ്ത്രത്തെയും പുരാതന മന്ത്രവാദത്തെയും ഒരുമിപ്പിച്ചുള്ള ജോജിയുടെ ആ ബുദ്ധി അവർക്ക് അവിശ്വസനീയമായി തോന്നി. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ മറുമന്ത്രങ്ങൾ ഗുഹയ്ക്കുള്ളിൽ മാറ്റൊലി കൊണ്ടതും ആ പിശാചിൻ്റെ ശക്തി ചോരാൻ തുടങ്ങി. ജോജി തുടർന്നു. അതൊരു വലിയ അലർച്ചയോടെ എൻ്റെ സ്പീക്കർ തകർക്കാൻ നോക്കി. പക്ഷേ മന്ത്രം കണ്ട കാന്തിക വലയം അതിനെ വരിഞ്ഞു മുറുക്കിയിരുന്നു. കറുത്ത പുക പോലെ ആ രൂപം ഗുഹയ്ക്കുള്ളിൽ ചിതറിത്തെറിക്കാൻ തുടങ്ങി. അതിന് ശക്തി നശിച്ചതോടെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് വെള്ളം കയറാൻ തടഞ്ഞു നിർത്തിയിരുന്ന ആ മാന്ത്രിക മതിൽ തകർന്നു വീണു. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ആ വലിയ മർദ്ദത്തിലേക്ക് ഒറ്റയടിക്ക് ഗുഹയിലേക്ക് ഇരച്ചു കയറിയത്. ആ വെള്ളത്തിൻ്റെ അതിശക്തമായ തള്ളിച്ചയിലാണ് അവിടെ വലിയൊരു സ്ഫോടനമുണ്ടായത്. ആ സ്ഫോടനത്തിൻ്റെ ശക്തിയിലാണ് വെള്ളത്തിനടിയിലെ ചുഴിയിലൂടെ ഞാനും കുട്ടികളും പുറത്തേക്ക് തെറിച്ച് വീണത്. ഇനി ആരും പേടിക്കേണ്ട. ആ പുരാതനമായ ശക്തി ഇവിടെ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. ഇനി ഇതൊരു സാധാരണ ഭയം മാത്രമാണ്. ജോജിയുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികളുടെ കണ്ണുകളിൽ വലിയൊരു ആശ്വാസവും ഒപ്പം ജോജിയോട് പറഞ്ഞറിയിക്കാനാവാത്ത നന്ദിയും ഉണ്ടായിരുന്നു. സുമിത്തിൻ്റെ അമ്മ ഉൾപ്പെടെ പലരും ജോജിയുടെ കാലിൽ തൊട്ട് തൊഴുതു. ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു ശാപത്തെയാണ് ആ ചെറുപ്പക്കാരൻ ഇല്ലാതാക്കിയത്. സൂര്യനിപ്പോൾ പൂർണ്ണമായും ഉദിച്ചുയർന്നിരുന്നു. ആ കൊടുങ്കാട്ടിലെ മരച്ചിലുകൾക്കിടയിലൂടെ ഇളംവെയിൽ ജോജിയുടെയും കൂട്ടുകാരുടെയും മുഖത്ത് തട്ടിത്തിളങ്ങി. ഇരുട്ടിന് മേൽ വെളിച്ചം നേടിയ വലിയൊരു വിജയത്തിൻ്റെ പ്രതീകമായിരുന്നു അത്. ഗോസ്റ്റ് ഹണ്ടേഴ്സ് തങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭയത്തിൻ്റെ വലിയൊരു കരിമണം പുതച്ചിരുന്ന ആ മലയോര ഗ്രാമത്തിലേക്ക് അന്ന് ഉദിച്ച സൂര്യന് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. മരണക്കിണറായ ആ കാട്ടിലെ കയത്തിൽ നിന്നും തങ്ങളുടെ മക്കളെയും കൊണ്ട് തിരികെ വന്ന ഗോസ്റ്റ് ഹണ്ടേഴ്സിന് നൽകാൻ ഗ്രാമവാസികളുടെ കയ്യിൽ സ്വന്തം ജീവനേക്കാൾ വിലയുള്ള വലിയൊരു സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുമിത്തിൻ്റെ വീടിന് മുറ്റത്ത് ഇപ്പോൾ വലിയൊരു ഉത്സവ പറമ്പിൻ്റെ പ്രതീതിയായിരുന്നു. ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. തങ്ങളുടെ ഉപകരണങ്ങളെല്ലാം പാക്ക് ചെയ്ത് തിരികെ പോകാൻ തയ്യാറെടുക്കുന്ന ജോജിക്കും കൂട്ടുകാർക്കും ചുറ്റും വലിയൊരു സ്നേഹവലയം തന്നെ അവർ തീർത്തിരുന്നു. വിവേകിൻ്റെ റോബോട്ട് നഷ്ടപ്പെട്ടെങ്കിലും ശാസ്ത്രത്തിന് പോലും അപ്രാപ്യമായ വലിയൊരു ദുരന്തത്തിൽ നിന്നും ജീവനുകൾ തിരികെ പിടിച്ചതിൻ്റെ വലിയൊരു സംതൃപ്തി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. മുറ്റത്തെ ആളുകൾക്കിടയിൽ നിന്നും കാരണവരായ രാമൻ നായർ പതുക്കെ മുന്നോട്ട് വന്ന് ജോജിയുടെ ഇരുകൈകളും ചേർത്ത് പിടിച്ചു. ആ വലിയ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. സാറേ, വർഷങ്ങളായി ഈ നാടിനെ കാർന്നു നിന്നുകൊണ്ടിരുന്ന വലിയൊരു ശാപത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. എൻ്റെ ഈ വാർദ്ധക്യത്തിൽ ഇതിലും വലിയൊരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് എന്ത് പകരമായി നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ ഗ്രാമത്തിൻ്റെ ജീവനാണ് നിങ്ങൾ തിരികെ നൽകിയത്. വിറയ്ക്കുന്ന ശബ്ദത്തിലുള്ള രാമൻ നായരുടെ വാക്കുകൾ ആ മുറ്റത്ത് വലിയൊരു മൗനം സൃഷ്ടിച്ചു. ജോജി സ്നേഹത്തോടെ കാരണവരുടെ കയ്യിൽ തലോടി. ഒന്നും പകരമായി വേണ്ട കാരണവരെ, ഈ കുട്ടികളുടെ ചിരിക്കുന്ന മുഖങ്ങൾ മതി ഞങ്ങൾക്ക്. പെട്ടെന്ന് സുമിത്തിൻ്റെയും അപ്പുവിൻ്റെയും രാഹുലിൻ്റെയും അമ്മമാർ അവരുടെ അടുത്തേക്ക് വന്നു. സുമിത്തിൻ്റെ അമ്മയുടെ കയ്യിൽ വലിയൊരു പൊതി ഉണ്ടായിരുന്നു. തങ്ങളുടെ പറമ്പിലെ ഏറ്റവും നല്ല ഏത്തയ്ക്ക വറുത്തതും ചില നാടൻ പലഹാരങ്ങളുമായിരുന്നു അത്. എൻ്റെ മക്കളെ എനിക്ക് തിരികെ തന്നത് നിങ്ങളാ സാറേ. ഈ അമ്മയുടെ കയ്യിൽ ഇതിൽ കൂടുതൽ ഒന്നും തരാനില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവർ ആ പൊതി ദാസപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അവർ ജോജിയുടെയും ദാസപ്പൻ്റെയും സുപ്രുവിൻ്റെയും വിവേകിൻ്റെയും നെറുകയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ഒരു നിമിഷം സുപ്രുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ക്യാമറയ്ക്ക് മുന്നിലെ വെറും കാഴ്ചകൾക്കപ്പുറം മനുഷ്യൻ്റെ ഉള്ളിലെ പച്ചയ സ്നേഹം തൊട്ടറിഞ്ഞ നിമിഷമായിരുന്നു അത്. അവർ വേഗത്തിൽ മുഖം തിരിച്ച് കണ്ണുനീർ തുടച്ചു. ദാസപ്പൻ തൻ്റെ വികാരങ്ങളെ അടക്കിപ്പിടിക്കാൻ പാടുപെടുകയായിരുന്നു. സുമിത്തും അപ്പുവും രാഹുലും ഓടിവന്ന് ജോജിയെ ഒന്നുകൂടി വട്ടം പിടിച്ചു. ആ പിഞ്ച് ഹൃദയങ്ങളിൽ ജോജി ഇപ്പോൾ വെറുമൊരു ഗോസ്റ്റ് ഹണ്ടർ ആയിരുന്നില്ല, അവരുടെ ജീവൻ കാത്ത കാവൽ മാലാഖിയായിരുന്നു. എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ജോജിയും ദാസപ്പനും സുപ്രുവും തങ്ങളുടെ കറുത്ത ഇന്നോവ കാറിലേക്കും വിവേക് തൻ്റെ ജീപ്പിലേക്കും കയറി. കാറിൻ്റെ ഗ്ലാസുകൾ താഴ്ത്തി ജോജി ജനക്കൂട്ടത്തിന് നേരെ നോക്കി കൈകൂപ്പി. വാഹനങ്ങളുടെ എഞ്ചിനുകൾ ഇരമ്പി. സ്നേഹവലയത്തിൽ നിന്നും വളഞ്ഞു പൊളഞ്ഞ മലയോര പാതകളിൽ നിന്നും കാർ പതുക്കെ മുന്നോട്ടെടുത്തു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗ്രാമം മുഴുവൻ അവർക്ക് നേരെ കണ്ണുനീരോടെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച സുപ്രുവിൻ്റെയും ദാസപ്പനെയും വല്ലാതെ വികാരഭരിതരാക്കി. നമ്മൾ ഒരുപാട് അന്വേഷണങ്ങൾക്ക് പോയിട്ടുണ്ട് ജോജിയേട്ടാ, പക്ഷേ ഈ യാത്ര നൽകിയ സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല, സുപ്രു വിതുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു. ജോജി പതുക്കെ ചിരിച്ചുകൊണ്ട് കാറിൻ്റെ ആക്സിലേറ്ററിൽ കാലമർത്തി. കണ്ണാടിയിലൂടെ അവൻ പിന്നിലേക്ക് നോക്കി. ഇരുൾ മാഞ്ഞ ആ ഗ്രാമം ഇപ്പോൾ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ഇരുട്ടിൻ്റെ ശക്തികൾ എത്ര വലുതാണെങ്കിലും സ്നേഹത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും മുന്നിൽ അവയ്ക്ക് കീഴടങ്ങേണ്ടി വരും.
എന്ന വലിയ സത്യം ഒന്നുകൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പാരാനോർമൽ റിസർച്ച് സെൻ്ററിലെ തങ്ങളുടെ ബാക്കിയുള്ള ഫയലുകൾക്ക് തീർപ്പ് കൽപ്പിക്കാനായി കോസ്റ്റ് കണ്ടേഴ്സ് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിച്ചു പാഞ്ഞു.